നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വീണ്ടും വീണ്ടും വലിയ വലിയ സ്നേഹ നമസ്കാരം. നമ്മുടെ ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും നമസ്കാരമാണ്, സ്വാഗതം. നോക്കൂ, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയം ടീച്ചറെ ശ്രദ്ധിച്ചോ? ആരെയാണ് നമ്മൾ വിശ്വസിക്കുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം മതേതരത്വത്തിന്റെ അപ്പോസ്തലനാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് എന്നാൽ പെരുന്നാൾ നമസ്കാരം ഒക്കെ പച്ചയ്ക്ക് നമസ്കരിച്ച് ഞാൻ ഞമ്മന്റെ ആളാണെന്ന് കാണിക്കും, എന്നാൽ ചുവന്ന കൊടിയുടെ പിണറായി വിജയന്റെ വലങ്കൈയാണെന്ന് കാണിക്കാൻ വേണ്ടി പോകും. എന്നാലോ നാട്ടിൽ നടക്കുന്ന സകല വിഷയങ്ങൾക്കെതിരെ ഞാനിതാ മതേതരനാണ് എന്നൊക്കെ പറഞ്ഞ് മുഖം മൂടി അണിഞ്ഞ വലിയൊരു ചങ്ങാതിയുടെ, അതല്ലെങ്കിൽ നമ്മുടെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു ജിഹാദിയുടെ, ഒരു സുഡാപ്പിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. മാത്രമല്ല, ഒരു പാവം പിടിച്ച ഒരു ഷർഷാദ് എന്നാണ് ആ സഖാവിന്റെ പേര്. ന്യൂ മാഹിയിലുള്ള ഷർഷാദ് എന്ന് പറയുന്ന ഒരു സഖാവ്, ആ സഖാവിന്റെ കുടുംബം വരെ കുളം തോണ്ടിക്കൊണ്ട് മമ്മൂട്ടി അഥവാ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന പഴയ പേരായുള്ള മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് മമ്മൂട്ടി സിനിമയിലേക്ക് വന്നപ്പോൾ ഈ മുഹമ്മദ് കുട്ടിയും ഞാനൊരു സുഡാപ്പി തന്നെയാണ്, എന്റെ മതമാണ് എനിക്ക് വലുത്, എന്റെ ഈ ജിഹാദികളെ വെളുപ്പിക്കലാണ് എനിക്ക് വലുത് എന്ന് പച്ചയ്ക്ക് തുറന്നു കാട്ടിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെ വിശ്വസിക്കണം, ഏത് മുഖമാണ് വിശ്വസിക്കേണ്ട മുഖം എന്ന് അറിയാതിരിക്കുന്ന നാളുകളിൽ തന്നെയാണ്. എങ്ങനെയാണ് ടീച്ചറെ നമ്മുടെ ചൊറിയാതെ വഴിയിലേക്ക് മാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ടീച്ചർ തന്നെ കൂടി ചൊറിഞ്ഞോളൂ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വീണ്ടും ചൊറിച്ചിൽ തന്നെ. ബൈജു, ഇന്ന് നമ്മുടെ ലൈവിലെ വളരെ ബൂം ചെയ്തിട്ടുള്ള കമന്റ്സ് ഉണ്ട്, ഒന്ന് നോക്കിക്കേ. ഒരു പരമേശ്വരൻ അനിയൻ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു കമന്റ്: താൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് കൊച്ചിയിൽ താമസിക്കാൻ വീട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇരവാദമിറക്കി സിനിമയുടെ പ്രൊമോഷൻ ചെയ്യാൻ നോക്കിയ മഹതി തന്നെയാണ് സിനിമ ഡയറക്ടർ. നമ്മൾ ആരും വിശ്വസിക്കും? നമ്മുടെ നാട് പോകുന്നത് എങ്ങോട്ടാണ് എന്ന് നോക്കണം. ഇപ്പോ സിനിമയൊക്കെ പണ്ടായിരുന്നു ഹറാമ്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒരിക്കല് മാമുക്കോയയുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ചേകനൂറിന്റെ അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ കാണാൻ പോകും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അവിടെ പൈസ മതി അവർക്ക്, പള്ളിക്ക് ഒരു ഫണ്ട് കൊടുക്കുക, ഏത് വിലക്കുകളെയും നീക്കാൻ ഫണ്ട് മതിയാകും. ഇപ്പോ ഈ പൂജപ്പുര, തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വലിയൊരു പ്രോപ്പർട്ടി എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി കൂടിയാണ്. അവര് MSP BD എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് BD ഉണ്ടായിരുന്നു. അപ്പോ ഈ MSP-കാരോട്, MSP കുടുംബത്തിലെയാണ് എന്റെ ഹസ്ബൻഡ്. അപ്പോ ഇവരോട് മുമ്പ് തന്നെ മറ്റു പള്ളിക്കാർക്കൊക്കെ വല്ലാത്തൊരു ഭ്രഷ്ടായിരുന്നു. കാരണം പുകവലി ഹറാമാണ്, പുക ഉൽപ്പന്നങ്ങളിലൂടെ ഉണ്ടാക്കുന്ന എല്ലാ വരുമാനങ്ങളും ഹറാമാണ്. പക്ഷെ ഇവര് അന്നത്തെ കാലത്ത് BD ലോക്കലായിട്ടൊന്നും കിട്ടാനില്ലല്ലോ. അപ്പൊ ഇവര് വച്ചടി അങ്ങ് കേറി, ചുരുക്കം പറയാം, അവരുടെ പ്രോപ്പർട്ടിയിലാണ് ഇന്ന് പള്ളി നിൽക്കുന്നത്. ഹറാമുമില്ല ഹലാലുമില്ല. അവിടെ വന്ന് നമസ്കരിക്കാം, എല്ലാം ചെയ്യാം. അവരുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും മരിച്ചാൽ കബറടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സ്ഥലവുമുണ്ട്. അന്ന് ഹറാമായിരുന്നതെല്ലാം ഇന്ന് ഹലാലായി. ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരില് അവളുടെ ഉമ്മ മരിച്ചിട്ട് പള്ളിയിൽ കബറടക്കാതെ പോലും ഇരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മമ്മൂട്ടി എന്ന മഹാനടനെ, അദ്ദേഹം ഒരു നടന വിസ്മയമാണ്, നമ്മൾ അംഗീകരിക്കുന്നു. അഭിനയിക്കുകയല്ല, ജീവിക്കുന്ന കലാകാരനാണ്, ഏത് റോളിലും തിളങ്ങുന്ന വ്യക്തിയാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു മുസ്ലിം എന്ന രൂപത്തിൽ അദ്ദേഹം പെരുന്നാൾ നമസ്കരിച്ചാൽ അത് മാത്രമേ പ്രൊജക്റ്റ് ചെയ്യൂ, അത് മാത്രമായിരിക്കും എല്ലാ മാധ്യമങ്ങളും എടുത്തു കൊടുക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഇവർക്കൊരു മുസ്ലിമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നത്? ക്രമേണ സിനിമകളിലും ആളുകൾ കയറി തുടങ്ങി, നമ്മുടെ ജിഹാദികള്. അങ്ങനെ അവർ ഹലാൽ സിനിമകൾ എടുക്കാൻ തുടങ്ങി. മലർവാടി കൂട്ടങ്ങൾ പോലെ എല്ലാ മേഖലകളിലും ഇവര് കൈവച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമാ മേഖലയും വളരെ വേഗത്തിൽ കൈയടക്കാൻ ഇവർക്ക് കഴിഞ്ഞു. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ മലയാളി സിനിമയെ ഈ ജിഹാദി സ്വാധീനം വിഴുങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്ന് ഈ മലയാള സിനിമയെ മോചിപ്പിക്കേണ്ടുന്ന ആളുകൾ ഇന്ന് എന്താ ചെയ്യുന്നത്? അവര് പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് ഭിന്നിച്ചു നിൽക്കുന്നു. ഒരിക്കലും മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് ഏകോപിക്കുമ്പോൾ ഒരിക്കലും മറുവിഭാഗത്തിന് ഒരു ഒത്തൊരുമയുണ്ടാകുന്നില്ല. നമ്മള് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലാണ് എന്ന് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല. നമ്മള് ഇപ്പൊ ഏതൊരു വിഷയം എടുത്താലും ശരി, എതിർഭാഗത്തുള്ളത് മുസ്ലിങ്ങളാണെങ്കിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പൊതുശത്രുവിനെ പ്രതിരോധിക്കുന്നത് നമുക്ക് കാണാം.
അതാണ്. അപ്പോ നമുക്കറിയാം ഈ മലയാള സിനിമയിൽ പോലും ഇവരുടെ സ്വാധീനമുണ്ട് എന്ന് മാത്രമല്ല, മലയാള സിനിമ ഇവർ വിഴുങ്ങിക്കഴിഞ്ഞു. ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരൊരുക്കിയ ഒരു വേദിയില് ഒരു തിരക്കഥാകൃത്തിന്റെ മുഖമൂടി അഴിഞ്ഞു വീഴും. ഹർഷാദ് എന്ന വ്യക്തി നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അനുകൂലമായും പ്രതികൂലമായുമുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിലായിരുന്നു ഹിന്ദു വിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ സിനിമകൾ പിറന്നിരുന്നതെങ്കിൽ ഇപ്പോഴത് കമ്മ്യൂണിസ്റ്റുകളുടെ സഹായത്തോടെ ജിഹാദികളാണ് ആ കളം പിടിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ ചെയ്ത് വിജയിച്ച മേഖലയാണ്, ഇനി ഇത് നിങ്ങൾക്കും കൈവയ്ക്കാം. നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടു. അതിലെ ലക്ഷക്കണക്കിന് ആളുകൾ എവിടെയുണ്ട്? ഇവിടെയുണ്ട്, ചെങ്കൊടിക്ക് പിന്നിലുണ്ട്, ഒരു സംശയവുമില്ല. സിനിമാ മേഖലയിലെ എല്ലാവരും അറിയുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി, ഒരു സംശയവുമില്ല. പക്ഷെ ഇവിടെ ഒരു മതവിരുദ്ധത നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധത സിനിമകളിലേക്ക്, അതല്ലെങ്കിൽ സിനിമകൾ ഒരു മീഡിയയാക്കി ഒളിച്ചു കടത്താൻ ശ്രമിക്കുമ്പോൾ അതിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിന്ദു ഫോബിയ പരത്തുന്നത് ആരാണ് എന്ന് വ്യക്തമായിരിക്കും. ഹിന്ദു അങ്ങനെ ഒരു ഫോബിക് ആയിട്ടുള്ള ഒരു മതമാണോ ഇസ്ലാം പോലെ? നമുക്കറിയാം ഏത് ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്താലും ശരി, അവിടെയൊക്കെ നിലനിൽക്കുന്ന അന്യമത വിരോധം എന്താണ് എന്ന് ഐസിസ് ഒക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാണ്, നമുക്കറിയാം. അതുകൊണ്ട് ഇവര് അവരുടെ മതത്തെയും അവരുടെ വർഗീയതയെയും വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി മലയാള സിനിമയെ അവര് ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ട് ഈ സിനിമ ജിഹാദികളുടെ പിടിയിൽ അകപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിൽ നിന്നും മോചിപ്പിക്കേണ്ടുന്ന ആളുകൾ ഇപ്പോഴും മുസ്ലിം പ്രീണനം മാത്രം ലക്ഷ്യം വെച്ച് അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെ വായിക്കകത്ത് പഴവും വിഴുങ്ങിയിരിക്കുവാണ്. ഉണ്ട എന്ന പടം നമുക്കറിയാം, ഉണ്ടയും പുഴുവും തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പൊ ഇതിന്റെ തിരക്കഥ ആരാണ് എന്ന് നോക്കിയാൽ നമുക്കറിയാം. ഈ സിനിമയ്ക്കകത്ത് ഇവര് പറഞ്ഞു വെക്കുന്നത് നക്സലൈറ്റുകൾ വെറും പാവങ്ങളാണെന്നാ, സാധുവാണെന്നാ. അപ്പോ അങ്ങനെ ഒരു സിനിമ വെറുതെ ഉണ്ടാകുമോ? ആലോചിക്കണം. വെറുതെ അല്ല ഇത്. അതായത് നക്സലൈറ്റുകൾ ആരാണ് എന്ന് നമുക്കറിയാം. ഈ നക്സലൈറ്റുകളെയും ഈ തീവ്ര ജിഹാദി ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഈ തീവ്രവാദികളെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവരെ വാനോളം പുകഴ്ത്തി അവർക്കൊരു നേതൃപാഠവം, അതല്ലെങ്കിൽ അവർക്കൊരു നേതൃത്വ സ്ഥാനം നൽകി ലീഡർഷിപ്പിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതും ആരാണ് എന്ന് ആലോചിച്ചാൽ മതി. അവരെ നായകന്മാരാക്കുക, അവർക്ക് വീരപരിവേഷം നൽകുവാണ്. പക്ഷേ മലയാള സിനിമയിലെ നമുക്കാർക്കും ഇന്നുവരെ പരിചയമില്ലാത്ത ഒരു പേരാണ് ഉണ്ട എന്ന സിനിമയുടെ തിരക്കഥയിൽ നമ്മൾ കണ്ടത്, ഹർഷദ്. അതെ, മമ്മൂട്ടിയെ പോലെയുള്ള ഒരു ഉന്നത താരമൂല്യമുള്ള ഒരു നടൻ ഈ സിനിമയ്ക്ക് ഹർഷദിന് ഡേറ്റ് കൊടുക്കുന്നു. പടം കണ്ടപ്പോ ഈ സിനിമ ഞാൻ കണ്ടു. ഒരു പുതുമുഖ എഴുത്തുകാരനും മമ്മൂട്ടിയും തമ്മിൽ എന്തൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഒരു ഉന്നത നടൻ ഏത് രൂപത്തിൽ ഏത് രീതിയിലാണ് ഏത് റേറ്റിലാണ് മമ്മൂട്ടി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. എന്താണ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു തുടക്കക്കാരന് ഡേറ്റ് കൊടുക്കാൻ ഇടയായ ചേതോ വികാരമെന്ന് ഇന്ന് ഈ വിവാദം കത്തിപ്പടരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്വേഷണ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ആരാണ് ഹർഷദ്, എന്താണ് ഹർഷദിന്റെ ലക്ഷ്യം, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടി വന്നു. പല വ്യക്തികളെ കൊണ്ടും പല മീഡിയകൾ കൊണ്ടും പല ഉദ്യോഗസ്ഥരെ കൊണ്ടും ഒക്കെ, പിന്നെ പരിചിതമുള്ള ചില സിനിമാ സംവിധായകർ നമുക്കുമുണ്ടല്ലോ, അവരെ കൊണ്ടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കോഴിക്കോട് സ്വദേശിയാണ്. പിന്നെ വടകരയോ കൊയിലാണ്ടിയോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. കോഴിക്കോട് അയാളെ അറിയുന്ന ആളുകൾക്ക് പറയാനുള്ളത് തന്നെ നല്ലതല്ല. KT ജലീലിനെ സംബന്ധിച്ചിട്ട് ആർക്കാണ് മതേതരൻ എന്ന് പറയാനുള്ളത്? ചെങ്കൊടിക്കാർക്ക് മാത്രമാണ്. അദ്ദേഹം പഴയ സിനിക്കാരനാണ്. KT ജലീലും നമ്മുടെ സ്പീക്കറിന്റെയും ഒക്കെ വായിൽ നിന്ന് തരാതരം അവസരോചിതമായി പുറത്തു വരുന്ന ഈ തീവ്ര ജിഹാദിസം നമുക്ക് പരിചയമുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, നമ്മുടെ സ്പീക്കർ പറഞ്ഞ ഒരു വിഷയം വളരെ വിവാദമായല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു പഴയ സിനിക്കാരനാണ് എന്നാണ് സിനിമാ സംവിധായകർ പറയുന്നത്. ഇദ്ദേഹം ഒരിക്കലും ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരില്
ഇദ്ദേഹം പിടിക്കപ്പെട്ടിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പേര് എവിടെയും പരാമർശിച്ച് കണ്ടിട്ടില്ല. പക്ഷേ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ പ്രവർത്തകനാണ് ഇദ്ദേഹം. എങ്ങനെയാണ് മമ്മൂട്ടിയും ഇദ്ദേഹവും തമ്മിൽ എന്തോ നമ്മൾ കണ്ടാൽ പറയും. മറ്റു മാധ്യമങ്ങൾ കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്തേ മതിയാകൂ. നമുക്ക് അതുപോലെ എന്റെ ഊഹം തെറ്റിയില്ല. നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തായ സിനിമാ സംവിധായകൻ നമ്മൾ സംസാരിച്ചു വിഷയങ്ങള്. അപ്പോ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ സാധിച്ചു. അപ്പോ സിമി എന്ന സംഘടന നിരോധിച്ചപ്പോൾ ആ സംഘടനയിലെ വക്താക്കൾ എങ്ങും പോയിട്ടില്ല. അതേ ആശയങ്ങളും പേര് അവർ അടുത്ത സംഘടന ഉണ്ടാക്കി. അത് നിരോധിക്കുമെന്ന് മനസ്സിലായപ്പോൾ അവർ SDPI എന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് നേതൃത്വം നൽകി. അപ്പൊ നമ്മളും അന്വേഷിച്ചാൽ ഇതേ രൂപത്തിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമുക്കും ലഭിക്കും. സിനിമ എന്ന മേഖല ഇവർക്ക് ബിസിനസ് ആണോ അതോ ഇവരുടെ പാഷൻ ആണോ? അതൊന്നും നമ്മുടെ വിഷയമല്ല. പടം ജയിക്കുന്നോ തോൽക്കുന്നോ അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇതിലെ ഉദ്ദേശശുദ്ധി ഉണ്ടല്ലോ, ഇവിടുത്തെ ആശയ പ്രചരണമുണ്ടല്ലോ, ഇത് പകൽ പോലെ വ്യക്തമാണ്. ഇത് ഇസ്ലാം മത വിശ്വാസികളെ പ്രീണിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും അവരെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അന്യമത വിരോധം ഇതിനകത്തേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പിന്നെ വാരിയംകുന്നൻ എന്ന സിനിമയും പൃഥ്വിരാജും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. ഒരു മലബാർ കലാപത്തിന്റെ കഥ പറയുന്ന സിനിമ എടുക്കുന്നു എന്ന പേരില് ഇവിടെയും ഇതേ ചേതോവികാരം തന്നെയാണ് വർക്കൗട്ട് ആയത്. ആശയം എന്താണ് എന്ന് നമുക്കറിയാം. ഇത്തരം വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് പുഴു എന്ന ഒരു സിനിമ. അതിന്റെ തിരക്കഥാകൃത്ത് നമ്മൾ അറിയുവാൻ ഇതൊന്നും നമ്മൾ ചെകഞ്ഞു പോകുന്നതല്ല. നമുക്കിത് ചെകഞ്ഞു പോയിട്ട് മമ്മൂട്ടിയെ മോശക്കാരനാക്കിയിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല. പിന്നെ ഇനിയിപ്പോ തിരക്കഥാകൃത്തോ സംവിധായകരെയോ ഇവരെ ഒന്നും മോശക്കാരാക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. ഒരു പരാജയമായി. എന്നിട്ട് പോലും മമ്മൂട്ടിയെ പോലെയുള്ള വളരെ ഉയർന്ന റേറ്റിംഗിൽ നിൽക്കുന്ന ഒരു മഹാനടനെ വെച്ചിട്ട് വീണ്ടും അടുത്ത സിനിമ എടുക്കുന്നു, അതിനും ഡേറ്റ് കൊടുക്കുന്നു. അപ്പോ ഇതിന്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ഉണ്ട് മമ്മൂട്ടിയുടെ, ജോർജ്, ഇദ്ദേഹമാണെന്ന് തോന്നുന്നു ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ ഇനിയിപ്പം ബിനാമിയാണോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ നമുക്ക് ഡേറ്റാസ് വെച്ചിട്ട് മാത്രം സംസാരിക്കേണ്ടത് വിഷയമാണ്. ഇവിടെ ഒരു സവർണ അവർണ ജാതിക്കഥയാണ് പറയുന്നത്. ഹിന്ദു സമൂഹം ഇപ്പോഴും എങ്ങനെയാണ് നമുക്കറിയാം. ഹിന്ദു സമൂഹം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അതിലൊരു പക്ഷേ പ്രാകൃതമായ ഗോത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിച്ച് അന്ധവിശ്വാസികളായി ജീവിക്കുന്നവരുണ്ടായേക്കാം. അവർ എന്റെ മനുഷ്യാവകാശത്തെയും ജനാധിപത്യ അവകാശത്തെയും ഹനിക്കാത്തിടത്തോളം കാലം എനിക്ക് പ്രശ്നമില്ല. ബൈജു ഇപ്പൊ ഒരു അന്ധവിശ്വാസിയാണെങ്കിൽ ബൈജുവിന്റെ അന്ധവിശ്വാസം അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകാം, എന്നെ ബാധിക്കരുത്. ഞാനും അതേ അന്ധവിശ്വാസത്തിൽ തന്നെ തുടരണം എന്ന് ബൈജു എന്നെ നിർബന്ധിക്കാത്തിടത്തോളം കാലം എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു സിനി പ്രവർത്തകനായ ഹർഷദ്, ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനായ ഹർഷദ് നമ്മൾ മമ്മൂട്ടിയിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് എന്നും അതിലെ ഇരവാദം എന്താണെന്നും നമുക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട്. ഇത് വെറും സിനിമയാണ്, ഇത് വെറും കഥയാണ്. അതിനെ അതേ രൂപത്തിൽ തന്നെ കാണണം. ശരി, സമൂഹത്തിലെ തെറ്റുകൾ ഹർഷദ് ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെയുള്ള നിഷ്കളങ്കമായ വാദങ്ങളും ന്യായീകരണങ്ങളും എമ്പാടും വരുമ്പോൾ കടന്നുറങ്ങാൻ വകുപ്പുള്ള സിനിമയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണോ? സിനിമ എന്ന നിലയിൽ അത് പരാജയപ്പെട്ടു. പക്ഷെ ഇവരുടെ ആശയ പ്രചാരണം വിജയിക്കുകയും ചെയ്തു. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ സീനിലും മുഴത്തിന് മുഴമായും ചാണിന് ചാണായും വിഷം കുത്തി നിറയ്ക്കാൻ സാധിക്കുന്ന മലയാള സിനിമാ മേഖലയിൽ വളർന്നു വരുന്ന ഇത്തരം വിഷക്കുത്തുകളെ, ഇത്തരം വിഷസർപ്പങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഇയാൾക്ക് വേണ്ടി മലയാള സിനിമാ മേഖലയിൽ ഒരു എക്കോ സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഒരു ജിതിൻ കൃഷ്ണനാണെന്ന് തോന്നുന്നു ഇതിനെ സംബന്ധിച്ച്, ഈ ഉണ്ടയുടെയും പുഴുവിന്റെയും ഒക്കെ സിനിമാ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ഒക്കെ വളരെ കൃത്യമായിട്ടൊരു പോസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ നോക്കി കണ്ടെത്തിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ആ പോസ്റ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് ചിന്തിക്കാൻ ഇട്ടുകൊടുക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ വിഷയമല്ല, മറ്റൊരു വിഷയമായിരുന്നു. ഒരു ഉസ്താദിനെ സംബന്ധിക്കുന്നത് ബൈജു ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകണം. പിന്നെ ഞാനിട്ട ഒരു വിദ്യാർത്ഥികൾ കൈവച്ചു, സുനയുടെ തുമ്പ് മുറിച്ചു, അതൊക്കെ നമുക്കറിയാം. പിന്നെ അതല്ല ബൈജു, ഞാന് ഒരു മറ്റേ ബൈക്ക് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. വളരെ രസകരമാണ് സംഭവം കേട്ടാ.
അതില് ഒരു ഉസ്താദ് വന്നിട്ടേ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മളെ ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്തില്ലെങ്കിൽ കോപ്പിറൈറ്റ് ഒക്കെ അടിക്കാൻ പറ്റും. പക്ഷെ നമുക്കത് അദ്ദേഹത്തിന് നമ്മളെ വിമർശിക്കാനുള്ള റൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെല്ലാവരെയും വിമർശിക്കുന്നു, നമ്മളെ ആരും വിമർശിക്കാൻ പാടില്ല, നമുക്ക് പറയാൻ പാടില്ലല്ലോ. അൻസാരി സുഹരി ആലപ്പുഴ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് നമ്മള് ഇന്നിത് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്, നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണിത്. വൈജു അത് കണ്ടിരുന്നു? ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ശ്രദ്ധിച്ചില്ല. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? അതായത് കക്ഷി ഭയങ്കര ഇസ്ലാം മത പണ്ഡിതനാണ് എന്നാണ് കക്ഷിയുടെ ഒരു വിശ്വാസം. ജാമിദയുടെ അവസ്ഥ കണ്ടോ, നിങ്ങൾ കരഞ്ഞ് ഉറങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. ഇസ്ലാം വിമർശനം സുസ്ഥിര വരുമാന മാർഗമാവും എന്ന് കരുതിയ ജാമിദയുടെ ലക്ഷ്യം താളം തെറ്റി. വിമർശന സ്റ്റോക്ക് തീർന്ന ജാമിദയെ ആർക്കും വേണ്ടാതായി, അതോടെ കഴുത്തോളം കടവും എന്നിട്ടിട്ട് നമ്മൾ ആ വണ്ടി വിൽക്കാൻ ചെയ്ത പരസ്യമുണ്ടല്ലോ, ആ പരസ്യത്തിന്റെ വീഡിയോ അദ്ദേഹം എന്തൊക്കെയോ BGM ഒക്കെ ഇട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് ഏതാണ്ട് നല്ല രൂപത്തിൽ നമ്മുടെ കാക്കമാരല്ലേ 782 കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറിക്കു കൊള്ളുന്ന രൂപത്തില് ഒരു 1-2 കമന്റുകൾ ഞാൻ കണ്ടു കേട്ടാ. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ആ കമന്റ്. കാരണം അത്രയും പിന്നെ ഈ 700 കമന്റുകൾക്കിടയില് ഈ ഉസ്താദിന്റെ സൂനെ ഉടക്കണമെന്നാണ് ഒരു മുസ്ലിം തന്നെ അയാൾ എഴുതിയിരിക്കുന്നത്. നല്ല കൊടുക്കല്. കാരണം ഇവന്മാരൊക്കെയാണ് മതത്തെ പറയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ല കൊടുക്കല് കൊടുക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അതാണല്ലോ നമുക്ക് വേണ്ടത്, ഭൂരിപക്ഷത്തെക്കാൾ ഏറെ ന്യൂനപക്ഷം പറയുന്ന വസ്തുതകൾ. അത് മാത്രല്ലേ, ഇപ്പോ അയാൾ 1 മണിക്കൂറിന് മുമ്പ് വേറൊരെണ്ണം ഇട്ടിട്ടുണ്ടേ, ഒന്ന് സഹായിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് പണ്ടാണ് പറയണത് ബൈജു, പിന്നെയാണ്. ഇപ്പൊ അങ്ങനെയല്ല, പാടത്തു ജോലിയും വരമ്പത്ത് കൂലിയും കിട്ടിയിരിക്കും. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മഹലിലെ ഒരു പാവപ്പെട്ട കുടുംബമാണ്. അവരുടെ ഏക അത്താണിയാണ് രോഗിയായ അജ്മൽ എന്ന ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ടവരെ, ഒരു കൈ സഹായം അല്ലെങ്കിൽ ഒരു ഷെയർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അല്ല, ജാമിദായ്ക്ക് കടം വന്നത് എന്തോ അള്ളാഹുവിനെ വിമർശിച്ചിട്ടാണ്, നബിയെ വിമർശിച്ചിട്ടാണ്, ഇസ്ലാമിനെ വിമർശിച്ചിട്ടാണ്, ഒരുപാട് ദാരിദ്ര്യവും കടവും ഇനിയും വരുമെന്ന് പറഞ്ഞല്ലോ. ഈ അജ്മൽ എന്ന് പറയുന്ന ഇവൻ ആരെ വിമർശിച്ചിട്ടാണ് ഇവനെ അസുഖം വന്നത്, ഈ പരീക്ഷണം വന്നത്? ഇവനെ സഹായിക്കാൻ പറഞ്ഞിട്ട് മറ്റവൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മനസ്സിലായ? ഇവനെ പോലെയുള്ള ഈ അൻസാരി സുഹരി ആലപ്പുഴ, ഇവനെ പോലെയുള്ള ആളുകൾക്കുണ്ടല്ലോ ഇനിയും സുനയുമായിട്ട് നടക്കാൻ പറ്റില്ല, മുക്കാലുമായിട്ട് നടക്കാൻ പറ്റില്ല. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ പിടിച്ചു നിർത്തി ഇറച്ചിക്കുറ്റിക്കകത്ത് വെച്ച് വെട്ടി അരിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതല്ല. അപ്പോ പിന്നെ ഇയാള് എതിരെ ഒരുപാട് കമന്റുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരുത്തൻ, വിൽക്കാനായി ബൈക്ക് ഇല്ലാത്ത കുടുംബമല്ലേ. അതെ, ഇപ്പം ഇയാൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അൻസാരി സുഹരി എന്ന് പറയുന്ന ആള് ഇപ്പൊ ഒരു സഹായിക്കണമെന്ന് പറഞ്ഞ അജ്മലിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, വൈജുവിന് മനസ്സിലാവണുണ്ടല്ലോ. അതിന് അടിപൊളി ഒരു കമന്റ്, 1ാമത്തെ കമന്റ് ആണ്, വിൽക്കാനായി ബൈക്കില്ലാത്ത കുടുംബമല്ലേ, സഹായത്തിൽ ഞാനും പങ്കുചേരുന്നു, ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നല്ല അമ്മ പെറ്റ നല്ല അപ്പനുണ്ടായ മകൻ 100 രൂപ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? നമ്മള് ഒരു ബൈക്ക് വിൽക്കാനാ ശ്രമിച്ചത്, ഇവർക്ക് ആ ബൈക്ക് വിൽക്കാനില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല കൊടുക്കൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും. എന്നിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കക്ഷി ഇട്ടിട്ടുണ്ട്. ഇവരൊക്കെ ആരെ വിമർശിച്ചത് കൊണ്ടാണ് എന്നറിയില്ല. ഞാന് അയാൾക്ക് കൊടുത്ത മറുപടി കമന്റ് ഉണ്ടല്ലോ, എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് ഒരു വീഡിയോ തന്നെ ചെയ്യണം എന്നാ വിചാരിച്ചത്. ഒരുത്തൻ ചോദിക്കുകയാണ്, മുനീർ കുണ്ടൂരി എന്ന് പറയുന്ന ആള് ചോദിക്കുകയാണ്, എന്തിനാണ് നബിയുടെ ആളുകളല്ലാത്ത പരമനാറികൾ, അതായത് ഇവനെയാ, ഈ അൻസാരി സുഹരി എന്ന് പറയുന്ന പരമനാറിയോട് നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ വേഗം നബിയിലേക്ക് കയറി ചെന്ന് കാര്യങ്ങൾ പറയുന്നത്? അറബി പേരും വെച്ച് അബൂജഹൽ എന്ന് പറഞ്ഞ നബിയുടെ ഒരു പ്രബലനായ ശത്രുവായിരുന്നു മക്കയിലെ. അബൂജഹലായി ജീവിക്കുന്ന ഒരു പറ്റം തെമ്മാടികൾ, ഇവനെ പറയുന്നതാ, ഈ പണ്ഡിതനെ പറയുന്നതാണ്. ഇവരുടെ ആളുകൾ തന്നെ ഇവർക്ക് വായ നിറച്ചും കൊടുക്കണം, എന്നാലേ വയറ് നിറയും. അവരെയൊക്കെ നീ മുസ്ലിമും മുഹമ്മദിന്റെ ആളുമായി കണ്ടെങ്കിൽ നിന്റെ കണ്ണിനാണ് തിമിരം. ശരിയാണത് കേട്ടോ, ഇയാള് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. നീ അല്ല മുഹമ്മദിന്റെ ശത്രു,
ഇവിടെയുള്ള മുസ്ലിം നാമധാരികളാണ്. ഇവർ ഇസ്ലാമിന്റെയും മുഹമ്മദിന്റെയും പേര് പറഞ്ഞ് ഇവിടെ തോന്നിയവാസം കളിച്ച് ജീവിക്കുന്നവരാണ്. ഇവർക്കൊന്നും നബിയോട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ സൂക്ഷിച്ച് വിഷയങ്ങൾ വെക്കണേ എന്ന് പറഞ്ഞിരിക്കണം. കാരണം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ ഈ വിഷയം തന്നെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറൊരുത്തൻ അബ്ദുള്ള ദാറുൽ എബ്ബാർ, ഇവന്റെ ഒക്കെ പേരുകൾ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ദാറുൽ അബ്റാർ. ഞാനുണ്ട്. കളിക്കുക എന്നത് മനുഷ്യ സഹജം. ടീച്ചർ കളി നിർത്തിയത് മോശമായി പോയി. ആഴ്ചയിൽ 2 or 3 കളി വേണം. ഒരു ഉപകരണവും ഉപയോഗിക്കാതെ കളിക്കണം. അടുത്ത തലമുറയെ സംഭാവന ചെയ്യാത്ത കളിഷിപ്പുക്കറ എനിക്കിഷ്ടമല്ല. കളിഷിപ്പുകാരെ നരിക്കും കേട്ടാ. 4 കുട്ടികളെങ്കിലും ഇല്ലാത്തവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഇയാൾ എഴുതിയേക്കുന്നത്. ഇനിയിപ്പൊ ഇവന്റെ ഉമ്മ മരിച്ചു എന്ന് വിചാരിക്കുക. ഇവന്റെ ഉമ്മയുടെ ഉപകരണം ചീത്താകാതിരിക്കാൻ വേണ്ടിട്ട് ഇവൻ കയറി കളിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അടുത്ത തലമുറ ഉണ്ടാക്കണ്ടേ. ഇവന്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, പെങ്ങൾക്കും ഇവൻ കളിച്ചു കൊടുത്തു. കാരണം നമ്മുടെ ഇതിലതൊന്നും തെറ്റല്ല, നമുക്കതൊന്നും വിഷയവുമല്ല. അടുത്തത് വേറൊരുത്തൻ പറയാണ്, പിന്നെ ഇയാളോട് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരുത്തനോട്, ഉമ്മയും പെണ്ണും പിള്ളയും എന്നും വെളിച്ചെണ്ണയിട്ട് ഉസ്താദിന് കുനിഞ്ഞു നിന്നുകൊടുത്തു. ഉസ്താദ് കൊടുക്കുന്ന പ്രതിഫലം കൊണ്ടുവന്ന് നിനക്ക് നക്കാൻ തരുന്നത് കൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ട് നിനക്കറിയില്ല. ഓടാ ഡാഷേ മയിലേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് കടം വന്നെങ്കിൽ അത് പെണ്ണും പിള്ളയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങിയതിലല്ലേ അത് ഉസ്താദ് കൊടുത്തോളൂ. വേറൊരു വിഷയമുണ്ട് ബൈജു ഇവിടെ. ഈ അൻസാരി സുഹരി എന്ന് പറയുന്നവൻ നിരന്തരം സെക്സ് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. കളിയും കുളിയും മാത്രം ചെയ്ത് ഇയാളെ പല തവണയും ഞാൻ എടുത്ത് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായും അതിന്റെ താഴെ ഇവന്മാരുടെ സ്വതസിദ്ധമായ ഒരു രീതിയാണല്ലോ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വൈകാരികമായി റിയാക്ട് ചെയ്യുക, അത് നോക്കി കണ്ടും സുഖിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. അപ്പൊ അത് കണ്ട് ഇവൻ എവിടെയോ ഇരുന്ന് ഈ കമന്റ് നോക്കി ഇങ്ങനെ സുഖിക്കുന്നുണ്ട്, രസിക്കുന്നുണ്ട്. ഞാന് നബിയെ പറയണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. നബിയെ പോലെ ഒരു കളിവീരൻ വേറെയില്ല. ഇത് പറയുമ്പോഴാണ് ഇവരെന്റെ മെക്കിട്ട് കയറുന്നത്. പ്രശ്നവുമല്ല. ഒരു ഉസ്താദ് പറയാ, സഹോദരിമാരെ 3 കളികളുണ്ട്. ബൈജു ഇട്ടിട്ടുണ്ട് ആ വീഡിയോ, ഞാൻ ചെയ്ത വീഡിയോ ബൈജുവിന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കളികൾ, ഒന്ന് കുതിരസവാരി, ഒന്ന് അമ്പം വില്ലും, ഒന്ന് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിനകത്ത് കളിക്കുന്ന കളി. ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞ് സുഖിക്കാൻ കഴിയുന്നത് ഇവരുടെ ഒരു രീതി തന്നെയാണ്. ഞാൻ വേറൊരു വീഡിയോ കൂടെ കേൾപ്പിച്ചു തരാം. എന്തിനാണെന്നറിയാമോ? ഈ അൻസാരി സുഹരിയെ പോലെയുള്ള ആളുകളുടെ ഞരമ്പ് രോഗം എന്താണ് എന്ന് നമ്മൾ പബ്ലിക്കിന് കാണിച്ചു കൊടുത്തേ മതിയാകൂ. അതല്ലെങ്കിൽ ഇവരുടെ ഈ ജിഹാദി സ്വഭാവം നമ്മുടെ നാടിനെ വിഴുങ്ങും. മമ്മൂട്ടി എന്ന മഹാനടൻ പോലും ഇവരുടെ വലയിലായി പോയെങ്കിൽ നമുക്കിനി പിടിച്ചാ കിട്ടുന്നതിലേറെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഒരു പക്ഷേ നമ്മളിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ കേൾക്കാൻ കൊതിച്ച ഒരു വിഷയമാണത്. നമ്മളിൽപ്പെട്ട അല്ല കേട്ടാ, ഇതുപോലത്തെ ഞരമ്പ് അൻസാരിമാരെയൊന്നും പ്രശസ്തിയിലേക്ക് എത്തിക്കണ്ട എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ. കാരണം ഇതുപോലെ നാറികളെയൊക്കെ സമൂഹത്തിന് അറിയാം. ബൈജു, ഇവൻ പരമ നാറിയാണ് എന്നുള്ളത് ശരിയാ. ഇവൻ ഇപ്പൊ ഏതെങ്കിലും ഒരു പള്ളി മഹലിൽ കയറി പോകുന്നു എന്ന് വിചാരിക്കുക. ഇവൻ ഏത് രീതിയിലുള്ളവനാണെന്ന് ആൾക്കാർ അറിയണ്ടേ? അവനെ ഒന്ന് അറിയിപ്പിച്ചു കൊടുക്കണ്ടേ? ഇവനിപ്പോ ഞാന് ഒരു ബൈക്ക് വിൽക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ഇവൻ എടുത്ത് ഇവന്റെ ചാനലിലിട്ടു. എന്തിന്? എന്നിട്ട് അവൻ പറയാണ് ജാമിദ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ് കടം വന്നത്. എന്നിട്ട് അവൻ തന്നെ വേറൊരുത്തന്റെ വീഡിയോ എടുത്തിട്ടിട്ട് അവനെ സഹായിക്കണമെന്ന്. അവൻ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോ? അപ്പൊ ഇവനോട് 4 പേര് പിടിച്ചു നിർത്തി ചോദിക്കണം, അല്ല ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് മാത്രമേ കടമുള്ളൂ. എന്തിനാണ് ഉസ്താദെ നിനക്ക് നിന്റെ പണി ചെയ്ത് ജീവിച്ച പോലെ? ജാമിദായ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് വലിച്ചടിച്ചത്? അതുകൊണ്ടല്ലേ നബിയെ പിച്ച് കീറി അവർ വെയിലത്ത് വെച്ചത് എന്ന് പറയണം. ഞാന് ഈ വീഡിയോ കാണിക്കുന്നതിന് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് ഈ വിഷയം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറെയാണ്. ഈ നബി എന്ന് പറയുന്ന മഹാൻ ഒരിക്കൽ മക്കയിലേക്ക് വരുന്നു. സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. സൗന്ദര്യം ഇങ്ങരുടെ ദൗർബല്യമാണെന്ന് ഖുർആൻ 33-ാമത്തെ അധ്യായത്തില് 50-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. 52-ൽ അള്ളാഹു പറയുന്നുണ്ട്, നബിയെ ഇനി നീ കെട്ടണ്ട കേട്ടാ. മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും എന്റെ പൊന്നു മമ്മദേ ഇനി നീ കെട്ടല്ലേ എന്ന് അള്ളാഹു കാല് പിടിക്കുന്നുണ്ട്. കക്ഷിയുടെ സൗന്ദര്യം കക്ഷിയുടെ വീക്ക്നെസ്. അപ്പൊ ഈ പെണ്ണിനെ എങ്ങനെയും സ്വന്തമാക്കണം. കക്ഷി അങ്ങനെ എങ്ങനെയെങ്കിലും അടുത്തുകൂടി. ഖദീജയാണ്. ഖദീജ ആദ്യം വിവാഹം കഴിച്ചതിൽ 2 മക്കളുണ്ട്. 2 ഭർത്താവിനാൽ വിധവയാക്കപ്പെട്ട സ്ത്രീയാണ്. ഇവര് നല്ല ആഢ്യത്വമുള്ള കുടുംബിനിയായ സ്ത്രീയാണ്.
ആ നാട്ടിലെ ഏറ്റവും പ്രബലയാണ്, ധനികയാണ്, അറിയപ്പെടുന്ന കുടുംബാംഗമാണ്, തടിമാടന്മാരായിട്ടുള്ള അമ്മാവന്മാരുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് ഈ സ്ത്രീയും ഇങ്ങേരും തമ്മിൽ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സമയത്തൊന്നും ഇയാൾ വേറൊരു പെണ്ണുമായിട്ട് ഒരു അലിഗേഷനും ഇല്ല. കാരണം അമ്മാവന്മാരെ പീസാക്കി താലത്തിൽ വെക്കും. എന്നിട്ട് ഇയാള് കെട്ടിയ ഉടനെ തന്നെ ഖദീജയോട് പറഞ്ഞു, ഖദീജ നിന്റെ സമ്പത്തൊക്കെ എന്റേതാണെന്ന് ഡിക്ലെയർ ചെയ്തു. അന്ന് ഈ പേപ്പർ വർക്കുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഡിക്ലെയർ ചെയ്തു, ഇനി ഈ സമ്പത്ത് മൊത്തം നിങ്ങളുടേതാണ് കേട്ടോ. പിന്നെ സമ്പത്ത് വെച്ചൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. പിന്നെ ഇവര് ഒരു 10 വർഷം കഴിയുമ്പോൾ മരിച്ചു. 10 അല്ലാന്ന് തോന്നുന്നു. കുറച്ച് ഇവരുടെ മക്കളില് അല്ലെങ്കിൽ മുഹമ്മദ് ബന്ധപ്പെട്ട ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ലേ ഖദീജ അല്ലാതെ. എന്നിട്ട് ഈ സമ്പത്ത് വെച്ചിട്ട് ഇയാളുടെ സ്ഥിരം ജോലി പെണ്ണുപിടിയാ. ഏത് പെണ്ണിനെ കണ്ടാലും അങ്ങനെയാണ് ഇയാൾ ആ വിവാഹം പറഞ്ഞ ഇസ്ലാമിൽ ഒരു വിവാഹമുണ്ട്, താൽക്കാലിക വിവാഹം. ഒരു പെണ്ണുമായിട്ട് ഒരു ദിവസം അതല്ലെങ്കിൽ 3 ദിവസം ഒരു ബന്ധം സ്ഥാപിക്കുക. അത്രയും ദിവസം മാക്സിമം ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ശരി പൊയ്ക്കോന്നാട്ടാ ബൈ. അവർ ചോദിക്കുന്ന ഒരു പൈസയും കൊടുക്കുക. ഇതല്ലേ നമ്മുടെ നാട്ടിൽ വേശ്യാവൃത്തി എന്ന് പറയും. ഇത് ചെയ്ത് അങ്ങനെ സമ്പത്ത് മൊത്തം തീർന്നു കക്ഷിയുടെ. കക്ഷി അധ്വാനിച്ചുണ്ടാക്കിയതല്ല, ഖദീജ അധ്വാനിച്ചുണ്ടാക്കിയതോ ഒക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ കക്ഷി ജൂതന് പടച്ചട്ട ഊരി പണയം വെച്ചിട്ടാണ് പിന്നീടുള്ള പെണ്ണുപിടി തുടങ്ങിയത്. അപ്പോ ഇയാളുടെ ഈ ഒരു സ്വഭാവം കാരണമാണോ ഇയാൾ കടക്കാരനായത് ചോദിക്കേണ്ടി വരുന്നതാ. ആയിഷ മുഹമ്മദിന്റെ ഭാര്യയാണ്, പിച്ചക്കാരിയായിട്ടാണ് മരിച്ചത്. ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോ? അടിവയറ്റിൽ തൊഴിയേറ്റിട്ടാണ് ഗർഭിണിയായ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ മരിക്കുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്തിട്ട്? അപ്പോ മനുഷ്യ സഹജമാണ് കടമുണ്ടാകുക, ബുദ്ധിമുട്ട്. ഞാൻ ആരോടും സൗജന്യം ചോദിച്ചിട്ടില്ല. എനിക്കൊരു വണ്ടി വിൽക്കാനുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി ഇത് ഇത്രമാത്രം അപരാധമാണ്. ഒരു സമൂഹത്തെ, ഒരു മതസമുദായത്തെ മുഴുവനും സംസ്കാരത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു അലവലാതി എടുക്കേണ്ടുന്ന വിഷയമാണോ ഇത്? ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ് എനിക്ക് കടം വന്നതെങ്കിൽ ഒരു മുസ്ലിമിനും കടം വരാൻ പാടില്ല. ഏറ്റവും കൂടുതൽ പാപ്പരാസികളാരാ? ഇവന്മാര് തന്നെയാ. നോമ്പ് കാലത്ത് സക്കാത്ത് എന്ന് പറഞ്ഞ് തെണ്ടാൻ ഇറങ്ങുന്നതാരാ? ഇവന്മാര് തന്നെയാ. ലോക ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഇതുപോലെ തെണ്ടിപ്പിച്ചക്കാർ ഒരാളുമില്ല. ഏതെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ പ്രഭാഷണങ്ങൾക്കൊടുവിൽ ബക്കറ്റ് വെച്ചിട്ട് പിരിവ് നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇവന്മാരല്ലാതെ. മുജാഹിദ് ബാലുശ്ശേരി പറയാ, നിങ്ങളുടെ സ്വർണം മാല ഊരിയിട്ടോ, അരഞ്ഞാണം ഊരിയിട്ടോ, ബക്കറ്റിലിട്ടോ. ഇവന്മാര് മൊത്തം പിരിവിന്റെ ആളുകളാ. ഇപ്പം 34 കോടി പിരിച്ചു. നന്മ മരങ്ങളൊക്കെ ആരാ? ഒക്കെ ഇവന്മാര് തന്നെ. ഇങ്ങനെ ആരാൻ്റത് തിന്ന് ശീലിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഈ അൻസാരി സുഹരിയുടെ പ്രധാനപ്പെട്ട അസുഖം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇരുമാറുകൾ അവർക്കുണ്ട്, പല പാട്ടുകൾ അവർക്കുണ്ട്. മാരണത്തിലൂടെയാണോ നിന്റെ രസം? അതിലൂടെ അല്ലാഹു സൗകര്യം. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല നാലാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട്, പ്രധാന പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. ഇവന്റെ വീട്ടിലുള്ള അമ്മയുടെയും പെങ്ങളുടെയും മാറിലേക്ക് ഇവൻ നോക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മകള് വളർന്നു വരുമ്പോൾ അവരുടെ ശരീരപ്രകൃതി മാറുമ്പോൾ ഈ അൻസാരി സുഹരിയെ പോലെയുള്ള ആളുകൾ അത് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അൻസാരിയെ പോലെയുള്ള ആളുകൾക്ക് മദ്രസയിൽ പീഡിപ്പിക്കാൻ ആളെ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്റെ വീഡിയോ എടുത്തിടുക, ഇതുപോലെയുള്ള കുണ്ടനടിക്കാരന്മാര് വന്നിട്ട് കമന്റ് ചെയ്യും, അത് കേട്ട് സുഖിക്കുക. അല്ലെങ്കിൽ തന്നെയും പ്രവാചകന്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അയാൾ പെണ്ണുപിടിയനാണ്, യുദ്ധക്കൊതിയനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ശത്രുക്കളെ അയാൾ എങ്ങനെയാണ് പ്രഹരിച്ചിരുന്നെന്ന് അറിയാമോ? അനുയായിയെ വിളിക്കും, അവിടെ ഇന്ന ആളുണ്ട്, അബു അഫാഖ്, അവന്റെ തലയും എടുത്തോ. പീഡിപ്പിക്കുന്നില്ല, ഉടനെ തല എടുത്തോണ്ടെങ്കിൽ വരിക. അതുപോലെ വേറൊരു സ്ത്രീ, അസ്മാ ബിന്ത് മർവാൻ, അവരെന്നെ കുറിച്ച് കവിത എഴുതുന്നുണ്ട്, കൊന്നേരം. ഇത് അണിയറയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അരങ്ങത്ത് ഞാൻ അവർക്ക് ക്ഷമിച്ചു കൊടുത്തു, ശരി, പോട്ടെ, സാരമില്ല. ഇങ്ങനെ പകല് ക്ഷമിച്ചു കൊടുക്കുകയും രാത്രി കഴുത്തറുക്കുകയും ചെയ്യും. ഇയാളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പബ്ലിക്കിൽ പറയേണ്ടി വരുന്നതാ. ഇങ്ങനെയൊന്നും പറയണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളല്ല ഞാൻ. ഇസ്ലാമിനെ അനാവശ്യമായിട്ട് ഞാൻ വിമർശിച്ചിട്ടുമില്ല. ഇത്തരം ആളുകൾ, ഇപ്പം മമ്മൂട്ടിയുടെ ഒക്കെ ആയിരുന്നാലും ഫണ്ട് പോകുന്നത് ആർക്കാ? ഇവനെ പോലെയുള്ള ആളുകൾക്ക് തന്നെയാണ്. നമ്മുടെ നികുതി പണം പോകുന്നതാരാ? ഇവനെ പോലെയുള്ള ആളുകൾക്ക് തന്നെയാണ്. ഇവന്റെ ഒക്കെ പ്രധാനപ്പെട്ട വിഷയം ലൈംഗികത മാത്രമാണ്. അല്ലെങ്കിൽ ഇതിന്റെ താഴെ വന്ന ഒരുപാട് കമന്റുകൾ, ഇത് മൊത്തം സെക്ഷുവലാണ്. ഇത് മൊത്തം സെക്ഷുവൽ കമന്റുകളാണ്. 728 കമന്റുകളില്
ഏതാണ്ട് 700 എണ്ണവും 28 പിന്നെ നല്ല അമ്മയ്ക്കുണ്ടായ മക്കൾ വന്ന് തിരിച്ച് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് കേട്ട് സുഖിക്കാൻ വേണ്ടിയല്ലേ ഇവൻ ഈ വിഷയം എടുത്തിട്ട് ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിക്കുക എന്നത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അംബാനിക്ക് കടബാധ്യത വരാറില്ലേ? ഇല്ലേ? അനിൽ അംബാനി എത്രയോ വർഷങ്ങളായിട്ട് കടക്കണിയിലായിരുന്നു, ഇപ്പൊ എഴുന്നേറ്റ് വന്നു. മുകേഷ് അംബാനി, ഇവരൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ്. നബി പടച്ചട്ടി ഊരി പണയം വെച്ചത് മറ്റേ അറ്റ്ലസ് രാമചന്ദ്രൻ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ്. 34 കോടി രൂപ പിരിച്ചൊരുത്തന് കൊടുത്തു ഒരു കൊലയാളിക്ക്, അവൻ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അവർ നല്ല സന്തോഷത്തോടുകൂടി സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കണം. എന്നാലൊക്കെ നമുക്കത് പറയാം. എന്തായാലും ബൈജു തുടർന്നോ, ഞാൻ ആ കമന്റ് എടുക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് പ്രേക്ഷകരെ. നിങ്ങൾ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു ബിംബത്തെ നിങ്ങൾ എത്രത്തോളം ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു നോർമൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കത് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൽ കമന്റ് ഇടുന്ന പല ആളുകളും മമ്മൂട്ടിക്ക് വേണ്ടി ഘോരം സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു സിനിമയിലെ ഒരു 10 സെക്കൻഡ് ഉള്ള ഒരു ദൃശ്യത്തിന്റെ ഓഡിയോ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. മാന്യ പ്രേക്ഷകർ ഒന്നത് കേൾക്കുക. ഗംഭീര ഓഡിയോ ആണ്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഒന്ന് കേട്ടിട്ട് വരാം. താനിതിൽ ഇടപെടണ്ട. ഇവൻ ഞങ്ങളുടെ പെങ്കൊച്ചിനെ പ്രേമിച്ച് മതം മാറ്റാൻ നോക്കുക. ലവ് ജിഹാദ് ഓരോരുത്തരം പറയല്ലേ വലിയ തമ്പിയെത്തി. ലവ് ജിഹാദ് എന്നൊരു ഏർപ്പാടില്ലെന്ന് കോടതിയും പോലീസും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് കോടതിയും പോലീസും ഒക്കെ ഇല്ല എന്ന് പറഞ്ഞത് ഒരു സിനിമയിലൂടെ മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് മമ്മൂട്ടിയുടെ ഒരു സിനിമ, എനിക്ക് തോന്നുന്ന ഭീഷ്മ അങ്ങനെ ഇതൊരു പടല് ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി മുടിയൊക്കെ നീട്ടി വളർത്തിയ മമ്മൂട്ടി കസേരയിൽ ഇരുന്ന് ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീൽസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നു. അതിൽ ഒരുപാട് ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ ഇതിനെ അനുകരിച്ചുകൊണ്ട് ചാമ്പിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോ ഒക്കെ ഇറങ്ങി എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ മമ്മൂട്ടിയുടെ ഈ ഡയലോഗ് എല്ലാ പള്ളിയിലച്ഛന്മാരും നിങ്ങളുടെ കുഞ്ഞാടുകൾക്കൊന്ന് കേൾപ്പിക്കേണ്ടതാണ്. മാത്രമല്ല ലവ് ജിഹാദിൽ പെട്ടുകൊണ്ട് പോയിട്ടുള്ള ഒരു പക്ഷേ ഹിന്ദു കുട്ടികൾ വളരെ റെയർ ആണെന്ന് പറയേണ്ടതുണ്ട്. കാരണം ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ വലയിൽപ്പെട്ട് പോകുന്നത് എന്ന് ഇന്നത്തെ റേഷ്യോ എടുത്താൽ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞാടുകളെ കൊണ്ടുപോയ ചാമ്പിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പ്രൊമോട്ട് ചെയ്ത നീയൊക്കെ ഒന്നുകൂടെ കേൾക്കുക. ലവ് ജിഹാദ് എന്താണ് എന്നുള്ളത് മമ്മൂട്ടിയെ കൊണ്ട് ഒരു സിനിമയിൽ പറയിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്നുകൂടി കേൾക്കേണ്ടതാണ്. താനിതിൽ ഇടപെടണ്ട. ഇവൻ ഞങ്ങളുടെ പെങ്കൊച്ചിനെ പ്രേമിച്ച് മതം മാറ്റാൻ നോക്കുക. ലവ് ജിഹാദ് ഓരോരുത്തരം പറയല്ലേ വലിയ തമ്പിയെത്തി. ലവ് ജിഹാദ് എന്നൊരു ഏർപ്പാടില്ലെന്ന് കോടതിയും പോലീസും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു സിനിമ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിന്റെ ശരിക്കുള്ള യഥാർത്ഥമാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം മമ്മൂട്ടിയെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിഷ്പക്ഷത പാലിച്ചുകൊണ്ടും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ശിവൻകുട്ടി അണ്ണനൊക്കെ ആ പരിപ്പിയുടെ വേവൂല എന്ന് പറഞ്ഞ് മമ്മൂട്ടിക്കൊപ്പം ഇരുന്ന ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ കൃത്യമായിട്ടും കേരളീയർ അറിയുക ആ പരിപ്പ് തന്നെ ഇവിടെ വേവും. ഇസ്ലാമിക ജിഹാദികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഏതവനാണെങ്കിലും അത് മമ്മൂട്ടിയല്ല മോഹൻലാൽ ആയിക്കോട്ടെ, ഏത് കൊടി പിടിച്ചവനാണെങ്കിലും അവർക്കൊക്കെ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. അവരെയൊക്കെ കേരളം കൃത്യമായിട്ട് ഒരേ രീതിയിൽ മാത്രമേ ട്രീറ്റ് ചെയ്യുകയുള്ളൂ എന്ന് അറിയേണ്ടതുണ്ട്. നമ്മൾക്കറിയാം സൽമാൻ ഖാനും അതുപോലെ വേറെ ഒരു ഷാരൂഖ് ഖാൻമാരുണ്ടായിരുന്നല്ലോ, ഒരുപാട് ഖാൻമാരുണ്ടായിരുന്നു. ഈ ഖാൻമാരൊക്കെ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ ആ മുൻപിൽ മുട്ടിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അവന്റെ ഒന്നും കളി ഇവിടെ വേവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഈ പൗരത്വ ഭേദഗതി നിയമമായാലും മറ്റൊട്ടേറെ നടപടികളുമായി ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി നടപടി നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന സമയത്ത് അതിനെയൊക്കെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ഖാൻമാർ സിനിമാ നടന്മാരുണ്ട്. അതായത് ലോകത്താകമാനം ആരാധകരുള്ള ഖാൻമാരുണ്ടായിരുന്നു. എന്നിട്ട് ഖാൻമാർ എവിടെ പോയി? അതുകൊണ്ട് തന്നെ ഈ മമ്മൂട്ടി മുക്കാലൻ എന്ന് പച്ചയ്ക്ക് വിളിക്കാവുന്ന ഈ മമ്മൂട്ടി തന്നെ എന്താണ് പറഞ്ഞത് എന്നും എന്താണ് ചെയ്തത് എന്നും കൃത്യമായിട്ടും അയാളുടെ സിനിമ, ഈ പറയുന്ന പുഴു എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെ ഏകദേശം 3 മണിക്കൂറോളം ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഷാജംസ്കറിയ സാർ മറുനാടൻ എക്സ്ക്ലൂസീവിലാണ് ചെയ്തത്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും ഒന്ന് പോയി കാണേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂവിന് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുകയല്ല. പക്ഷെ അതിൽ ഇന്നലെ ഞാൻ 11 മണിക്കാണ് ഞാനിത് കാണാൻ നിൽക്കുന്നത്. ആദ്യ ഭാഗം ഏകദേശം 54 മിനിറ്റോളം ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കരുതി ഇനി ഉറങ്ങിയേക്കാം എന്ന് കരുതി. പക്ഷെ ഏകദേശം 54 മിനിറ്റും ഞാൻ അത് പൂർണ്ണമായിട്ട് കണ്ടു. രണ്ടാം ഭാഗം വീണ്ടും കാണാൻ എനിക്ക് പ്രചോദനം വന്നു. കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ എന്ന് വിളിക്കുന്ന, ഗോവിന്ദൻ മാഷി എന്നൊക്കെ വിളിക്കാൻ എന്നെ കിട്ടില്ല, അതുകൊണ്ടാണ് ഗോവിന്ദൻ എന്ന് വിളിക്കുന്നത്. ഈ ഗോവിന്ദന്റെ മകനടക്കം അതല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുടെ മക്കളും പേരക്കുട്ടികളും അതല്ലെങ്കിൽ ഇവന്റെയൊക്കെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരന്മാരുടെ കയ്യിൽ പെട്ടതെന്ന്
ഈ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ടും ഈ പറയുന്ന ഹർഷാദ് എന്ന് പറയുന്ന അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു അർഷാദ് അല്ല, അർഷാദ് ഇവന്റെ തിരക്കഥാകൃത്തമാണ്, രണ്ടും ഒരേ ആ ഒരു ഇതിൽ വരുന്നു. ഈ ഷർഷാദ് ഒരു സഖാവാണ്. ഈ ന്യൂ മാഹിയിൽ ഉള്ള ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും ഇന്ന് ഈ കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് വരുത്താൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു. അവരുടെ ജീവിതം തുലച്ചിരിക്കുന്നു. 2 കുട്ടികൾക്ക് ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു, അതിനെ പിരിച്ചിരിക്കുന്നു. 2 മുസ്ലിങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. അതിന് നേതൃത്വം കൊടുത്തിരുന്ന അതല്ലെങ്കിൽ എല്ലാം അറിയുന്ന ഈ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഈ മുക്കാലൻ കുട്ടി ഇത് മിണ്ടാതിരിക്കുന്നു. ആ വ്യക്തിയുടെ ഇന്റർവ്യൂ 3 മണിക്കൂറും പൂർണ്ണമായിട്ട് കാണുന്ന ഏതൊരാൾക്കും, ഒരു കുടുംബം നയിക്കുന്ന ഏതൊരാൾക്കും കണ്ണീരോടെ അല്ലാതെ അത് പൂർണ്ണമാക്കാൻ പറ്റില്ല. കാരണം അതൊരു മുസ്ലിം സഹോദരനാണെങ്കിൽ പോലും, ഒരു ക്രൈസ്തവനും ഒരു ഹിന്ദുവും അത് കണ്ടാൽ പോലും കൃത്യമായിട്ടും അയാളെ നമുക്ക് പിന്തുണയ്ക്കാൻ തോന്നും. കാരണം മമ്മൂട്ടിയുടെ ആ മിണ്ടാതിരിക്കലുണ്ടല്ലോ, ആ സൈലന്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് കള്ളന്റെ പ്രധാന ലക്ഷണം എന്ന് പറയേണ്ടതുണ്ട്. സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്തുകൊണ്ടാണ് ഇസ്ലാമിക ജിഹാദികൾ നോട്ടമിട്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ ലവ് ജിഹാദിനെയൊക്കെ വെളുപ്പിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ ഐസിസ് പോലുള്ള കൊടും ഭീകരന്മാരെ വെളുപ്പിച്ചെടുക്കാൻ, ഇത് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നടക്കുന്ന റിയൽ കേരള സ്റ്റോറി മറപ്പിച്ചെടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ വേഷമിട്ട ഈ മമ്മൂട്ടിയെ പോലെയുള്ള ബിംബങ്ങൾ ഇവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് നമ്മൾ എടുത്തു പറയേണ്ടത്, മമ്മൂട്ടി പെരുന്നാളും അതല്ലെങ്കിൽ അയാളുടെ മതാചാരം ഒക്കെ നടപ്പാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അയാൾ മതാചാര പ്രകാരം നിസ്കരിക്കുന്നതോ അതല്ലെങ്കിൽ നോമ്പ് നോക്കുന്നതോ സമൂഹ നോമ്പ് തുറക്കുന്നതോ ഒന്നിനെയും ആരും വിമർശിക്കാറില്ല. കാരണം എന്താ, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്, അയാളുടെ അവകാശമാണ്, അത് അയാളുടെ ഭാഗത്ത് വിട്ടുകൊടുക്കലാണ്. പക്ഷെ അതേ രീതിയിൽ മോഹൻലാലോ അതല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനോ അടക്കമുള്ള ഹൈന്ദവ നാമധാരികളോ ക്രൈസ്തവ നാമധാരികളോ ആയിട്ടുള്ള സിനിമക്കാർ ഇത് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഈ കേരളത്തിൽ നടക്കാറ്, എന്താണ് ഇസ്ലാമിക ജിഹാദികളിൽ നിന്നുണ്ടാവാറ് പ്രതികരണം എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ അത് പച്ചയ്ക്ക് നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. ഇസ്ലാമിക ജിഹാദികൾ പൊതുസമൂഹത്തോട് പറയുന്നത് മറ്റൊന്നും, എന്നാൽ പിന്നാമ്പുറത്തുകൂടെ ചെയ്യുന്നത് ഇതുമാണ് എന്നുള്ളത് ഈ മുഹമ്മദ് കുട്ടിയിലൂടെ, ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ലോകം ആരാധിക്കുന്ന ഈ കലാകാരനിലൂടെ തന്നെ തുറന്ന് പുറത്തേക്ക് വന്നത് അതിന്റെ ദൈർഘ്യം കൂടും. കാരണം നമ്മൾക്കറിയാം, മോഹൻലാൽ ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട്, ഉയരം കൂടും തോറും രുചി കൂടും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനടനായി ഉയരം കൂടും തോറും തന്നെ അത് കൃത്യമായിട്ടും ഇത്തരത്തിൽ വിവരം പുറത്തു വരുമ്പോൾ അത് ജനങ്ങൾക്ക് വിശ്വാസ്യത കൂടും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഈ നിമിഷം വരെ മിണ്ടാതിരിക്കുന്നത്? ഏകദേശം 4 ദിവസത്തോളമായി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മമ്മൂട്ടി മിണ്ടുന്നില്ല. മാത്രമല്ല ഒരു ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ ആരും ഇതേ സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്താത്തത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഇത് പൂർണ്ണമായിട്ട് ശരിയാണ് എന്നുള്ളത്. മാത്രമല്ല ഈ പറയുന്ന സഖാവ് ഷർഷാദ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്റെ അടുത്ത് എല്ലാ തെളിവും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്ന് ആനുകാലിക രാഷ്ട്രീയത്തിലെ തലതട്ടപ്പന്മാരായിട്ടുള്ള സഖാക്കന്മാരായിട്ടുള്ള പല നേതാക്കന്മാരുടെയും മുഖം മൂടി പിച്ചി ചീന്തുന്നത് എന്ത് എന്ന് ഈ ഷർഷാദിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഈ ശിവൻകുട്ടിയുടെ ചില ഞരമ്പ് രോഗമൊക്കെ നമ്മൾക്കറിയാം. ആയിഷ സുൽത്താന എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ലക്ഷദ്വീപുകാരി, അവൾക്ക് മെസ്സേജ് വിട്ട് ഫോൺ ചെയ്തു ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ എന്നുള്ളതും, അതുപോലെ ഒട്ടേറെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സൂക്കേടൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വപ്ന സുരേഷിലൂടെയും മറ്റൊട്ടേറെ ആളുകളിലൂടെയും ആ വെളിപ്പെടുത്തലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെയൊക്കെ സൂക്കേട് എന്താണ് എന്നുള്ളത് അറിയുന്ന ഇസ്ലാമിക ജിഹാദികൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നിടത്താണ് സിനിമാക്കാരികളെ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളെ ഉപയോഗിച്ച് ഇവന്മാരെയൊക്കെ ഹണി ട്രാപ്പിൽ പെടുത്തിക്കൊണ്ട് ഇവന്റെയൊക്കെ ചൂണ്ടുവിരലിൽ നിർത്തിക്കൊണ്ട് ഏത് രീതിയിലും ഈ നാട്ടിൽ ഭരണം ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി അനുവദിക്കുന്ന രീതിയിലേക്ക് വേണ്ടി മാറ്റിയെടുക്കാൻ ഈ സിനിമാ മേഖല പറ്റുമെന്നുള്ളത് അറിയുന്നത് കൊണ്ടും മാത്രമല്ല സന്ദേശം ഇത് ഇത്തരത്തിലുള്ള മമ്മൂട്ടി കൊടുക്കുന്ന ലവ് ജിഹാദ് കോടതിയും പോലീസും പോലും തള്ളിയതാണ്. പിന്നെ എന്തിനാ നിങ്ങളൊന്നും മിണ്ടാതിരുന്നതെന്ന് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മഹാനടനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും ചിന്തിക്കുക, ഓ ശരിയാണല്ലോ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ, പിന്നെയും എന്തിനാണ് ഇവിടെ കിടന്ന ആളുകൾ ലവ് ജിഹാദിനെ പറ്റി പറയുന്നത് എന്ന ചോദ്യം അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം, ഇവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. മമ്മൂട്ടി അടക്കമുള്ള അതല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള പല മഹാനടന്മാരെന്ന പേരുള്ള സ്വയം എടുത്തണിഞ്ഞിട്ടുള്ള ആളുകൾ വെച്ചുകൊണ്ട് ഇസ്ലാമിക ജിഹാദിസം പ്രചരിപ്പിക്കുക, ഈ ഇസ്ലാമിക ജിഹാദികളെ വെള്ളപൂശുക, അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന രീതിയിൽ ഇസ്ലാമിക ഭീകരത നടത്തുന്ന സിനിമകൾ പോലും ഇറക്കി കഴിഞ്ഞിട്ട് അതിനെയും ന്യായീകരിക്കുന്ന രീതിയിൽ കഥ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, ചോദിക്കുക തന്നെ ചെയ്യും, അത് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ചോദിക്കും. അപ്പോൾ ഇവിടെ കുരുപൊട്ടി ഒലിച്ച് കമന്റ് ഇട്ടിട്ട് ഒന്നും കാര്യമില്ല എന്നുള്ളത് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. ഇവിടെ നമ്മുടെ ഈ ജസ്ന മരിയ ജെയിംസിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, അതില് പലപ്പോഴും പുറത്തു വന്ന ഒരു വാർത്ത, അവൾ സിറിയയിൽ പോയിട്ടില്ല. എന്താ പോയെന്ന് ആരെങ്കിലും പറഞ്ഞു? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? മതം മാറ്റിയിട്ടില്ല, ഞങ്ങൾ ഇവിടെ കുളിക്കുന്നുണ്ട് ഇങ്ങോട്ടാരും നോക്കരുത് എന്ന് പറയുന്നത് പോലെ ആരും മതം മാറ്റിയിട്ടില്ല. എന്താർക്കെങ്കിലും സംശയം ഉണ്ടോ?
മതം മാറ്റിയെന്നോ മറ്റോ. ഈ മമ്മൂട്ടി എന്ന വ്യക്തി കമ്മികളുടെ മുഖമൂടിയിട്ട നമ്പർ 1 ജിഹാദിയാണ് എന്ന് ഇനിയും മലയാളിക്കരയ്ക്ക് സംശയമുള്ള ആളുകളുടെ തലച്ചോറിന് എന്തോ പ്രശ്നമുണ്ട്. അയാളാണ് മട്ടാഞ്ചേരി മാഫിയയുടെയും അതുപോലെ സക്കാപ്പി സുഡാപ്പി സംരംഭങ്ങളുടെയും ഗോഡ് ഫാദർ എന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. ഇന്ന് താടെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണ്. ദിലീപിനെ പോലും കള്ളക്കേസിൽ കുടുക്കിയതും ജയിലിലാക്കിയതിനും ഒക്കെ പിന്നില് ഇത്തരം ആളുകളാണ്. ഇടത്തോട്ട് മുണ്ടെടുത്ത് സ്വർഗം മോഹിച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ ഫേക്ക് ഐഡികളിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ പരിപ്പ് ഇവിടെ വേവത്തില്ല എന്ന് നമ്മുടെ ശിവനണ്ണം പറഞ്ഞത് അങ്ങനെ തന്നെ ഏറ്റുപാടിയിട്ട് സംഖ്യകൾ പ്രചരിപ്പിക്കുവാണ്. സംഖ്യകൾ പ്രചരിപ്പിക്കുവാണെന്നാണ് ഇവര് പറയുന്നത്. അപ്പോ ഇവർക്ക് എന്തും പ്രചരിപ്പിക്കാം, നമുക്കൊരു സത്യവും പറയാൻ പാടില്ല. ഇവിടെ വളരെ കൃത്യമായി ഇന്ന് ജനങ്ങൾക്കറിയാം ഇവരെന്താണ് മുന്നോട്ട് വെക്കുന്നത്. മുരളി ഗോപിയുടെ കഥ ഇഷ്ടപ്പെട്ട് ചെയ്താലോ, അതല്ലെങ്കിൽ വാര്യംകുന്നന്റെ കഥ ഇഷ്ടപ്പെട്ടാലോ, ഇനി പൃഥ്വിരാജ് അത് ചെയ്താലോ, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇവിടെ ഹർഷാദിന്റെ കഥ നമ്മൾ കണ്ടു, റസീനയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് ഒരുപാട് പേർ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട് മമ്മൂട്ടി സുഡാപ്പിയാണ് എന്ന് നമുക്കറിയാം. ആർക്കാണത് സംശയമുള്ളത്? അതിനിപ്പോ മറുനാടൻ ഷാജൻ പറഞ്ഞത് കൊണ്ടാണ് മറുനാടന്റെ തലേ കയറുന്നതെങ്കിൽ നമുക്കറിയാം വളരെ കൃത്യമായിട്ട്. ആർക്കാണ് അറിയാത്തത്? ഭീഷ്മ എന്ന സിനിമ മമ്മൂട്ടി ഒരു സിനിമ ചെയ്യുന്നു. ശരി, മമ്മൂട്ടി പ്രധാന കഥാപാത്രമായിട്ട് വരുന്നു. എന്തായിരുന്നു ഭീഷ്മ എന്ന സിനിമയുടെ ഞങ്ങള് കുടുംബമായിട്ടിരുന്ന് വീട്ടിനകത്തിരുന്ന് കണ്ട സിനിമയാണിത്. ഒരു മുഖ്യധാര ക്രൈസ്തവ കുടുംബത്തിന്റെ കഥയാണ്. ആ കുടുംബത്തില് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു എൻട്രി ഉണ്ടാകും. അത് മറ്റു കുടുംബക്കാർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഹിന്ദു കുടുംബവുമായിട്ട് ചേർന്ന് സന്ധി ഉണ്ടാക്കി നേരത്തെ പറഞ്ഞ ഒരു എൻട്രി ഉണ്ടല്ലോ, അതുണ്ടാക്കിയ ആളെ ഇവരെല്ലാം കൂടി ടാർഗറ്റ് ചെയ്യും. പുഴുവിന്റെ കഥ എന്താണ്? മുഴുവനും ജാതിമയം. സ്വാഭാവികമായിട്ടാണ് ഇതൊക്കെ ഒരു സിനിമയിൽ കയറി വരുന്നത് എന്ന് വിശ്വസിക്കാൻ നമ്മുടെ തലയ്ക്ക് ഓളമൊന്നുമില്ല. നേരത്തെ തന്നെ നമുക്കറിയാം ഇതൊക്കെ എവിടം കൊണ്ട് തുടങ്ങി എവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലില് നമ്മളാരും ഞെട്ടാത്ത കാര്യവും അത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞതുകൊണ്ട് ഇത് ചിലപ്പോൾ മമ്മൂട്ടി ഫാൻസ് ഏറ്റുപിടിക്കും. ഇവിടെ ലവ് ജിഹാദ് ഇല്ല, ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഇല്ല. ഉണ്ട് എന്ന് പറഞ്ഞതിനെതിരെയായിരുന്നു പാലാ ബിഷപ്പിനെതിരെ ഇവർ ഉറഞ്ഞു തുള്ളിയത്. ഒരു ബ്രാഹ്മണ വിരുദ്ധ സിനിമ വരുന്നു, പുഴു. നോക്കണം, എല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയും മറ്റൊരു വിഭാഗത്തെ താഴ്ത്തി ഇകഴ്ത്തുന്നതിന് വേണ്ടിയുമാണിത്. ഇപ്പോ ഈ പുഴു എന്ന സിനിമ ഉണ്ടാക്കാന് മമ്മൂട്ടി, അതുപോലെ തന്നെ ഈ ഹർഷദിന്റെ ഭാര്യ റസീന എന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര്, ഒരു ഇസ്ലാം റത്തീന, ശരി, റസീന എന്നായിരിക്കും, മാധ്യമങ്ങൾക്ക് തെറ്റിപ്പോകുന്നതാണ്, റസീന എന്നായിരിക്കും. ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ഒരു സിമിക്കാരനുമായിട്ടൊരു ഗൂഢാലോചന നടന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള മലയാളി വ്യവസായി ഹർഷാദിന്റെ വെളിപ്പെടുത്തലിൽ തന്നെ ഈ സിനിമ എടുത്തതിന്റെ പേരില് എനിക്ക് എന്റെ കുടുംബം നഷ്ടമായി എന്നൊക്കെ പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതല്ലേ. അപ്പൊ ഇതൊക്കെ ഇന്ന് ഈ കേരളക്കര തിരിച്ചറിഞ്ഞത് ഇത്തരം നമ്മൾ മനസ്സിലാക്കിയത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെയാണ് ഈ സിനിമയുടെ പിന്നിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത്, മുസ്ലിങ്ങളൊക്കെ വ്യവസായത്തിന്റെ പിന്നാലെയാണെന്ന. പക്ഷേ ഇത്തരം മതമൗലികവാദികളാകുന്ന തീവ്രവാദികൾ സിനിമ എടുക്കുന്നുണ്ട്, സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് പറയാനുള്ളത് പലതും ഇവര് ഈ സിനിമകളിലൂടെ പറയിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലായത് എങ്ങനെയാ? ഉണ്ടയും പുഴുവും കണ്ടപ്പോഴാണ്. ഒരു വാര്യംകുന്നൻ പുറത്തു വന്നപ്പോഴാണ് നമ്മളിത് കണ്ടത്, അല്ലേ? അപ്പോ പണ്ടു മുതലേ തന്നെ ഇവർ ഇതിനു വേണ്ടിയുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മലയാള സിനിമയിലെ ദാദ മുതൽ എടുത്താ മതി, ദാദാ സാഹിബ് മുതൽ എടുത്താ മതി, നമുക്ക് മനസ്സിലാകും എന്താണ് ഇവര് പറഞ്ഞു വെക്കുന്നത്. ഇവര് പല രൂപത്തിലും വരും, ഉണ്ടയായിട്ടും പുഴുവായിട്ടും മാത്രമല്ല, ഇവരേത് രൂപത്തിലാണ് വന്ന് പൊട്ടിത്തെറിക്കുന്നത് എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ കേരളത്തിലെ ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഇവർ അക്ഷര വിരോധികളായിരുന്നു.
ഇവര് വിദ്യാഭ്യാസ വിരോധികളായിരുന്നു. Yes. ഇവരെ പൊതുബോധത്തിന് എല്ലാ കാലവും എതിരെ നിന്നിട്ടുള്ള ആളുകളായിരുന്നു. ടിപ്പുവും ഹൈദറും ഔറംഗസീബും ഒക്കെ 1200 വർഷം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ട് തലച്ചോറ് മുഴുവനും പ്രയോജനപ്പെടുത്തിയിട്ട് ഈ ഭാരത മണ്ണിന്റെ ധർമ്മത്തിനൊരു പോറലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീടാണോ ഇവര് സിനിമകളിലൂടെ ഇവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ ഈ നാടിന്റെ ഭംഗിക്ക്, ഈ നാടിന്റെ മതേതര മുഖഛായയ്ക്ക്, ഈ നാടിന്റെ ബഹുസ്വരതയുടെ പ്രതിച്ഛായയ്ക്ക് ഒരു മങ്ങല് പോലും ഏൽപ്പിക്കാൻ ഇവരിൽ ആര് വിചാരിച്ചാലും കഴിയില്ല. ഇപ്പോ ഇവര് തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് സിനിമ. ഈ സിനിമയിലൂടെ ഇവർക്ക് പറയാനുള്ളത്, ഇവര് പറഞ്ഞിട്ട് വിജയിക്കാതെയുള്ള പലതും ഇവർക്ക് പറഞ്ഞു വെക്കണം. നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഐസിസ് പോലെ, നക്സലൈറ്റുകളെ പോലെ തീവ്രവാദ ആശയങ്ങൾ ഈ നാട്ടിൽ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം എത്രയോ ഹിന്ദു വിരുദ്ധ സിനിമകൾ പിറവിയെടുത്തിട്ടുണ്ട് ഈ കേരളക്കരയിൽ, എത്രയോ ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ പിറവിയെടുത്തിട്ടുണ്ട് ഇവിടെ. എന്തേ ഒരു നാടകം പോലും ഇസ്ലാമിക വിരുദ്ധ രൂപത്തിൽ, ഒരു മുസ്ലിം വിരുദ്ധ രൂപത്തിൽ പിറവിയെടുക്കാത്തത്? റഫീഖ് മംഗലശ്ശേരി എന്ന ഒരു യുക്തിഭദ്രമായി ചിന്തിക്കുന്ന എന്റെ കൂടി ഒരു സുഹൃത്താണ്. അയാള് സ്കൂൾ കലോത്സവത്തിന്, പിന്നെ ജില്ലാ കലോത്സവമാണോ സംസ്ഥാന കലോത്സവമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കിതാബ് എന്ന ഒരു നാടകം എഴുതുന്നു. ഈ നാടകത്തില് മുസ്ലിം പെൺകുട്ടികൾ ചോദിക്കുന്നു, അതെന്താ പെണ്ണ് ബാങ്ക് വിളിച്ചാല്? ഒരു പരാമർശം, ഈ ഒരു ചോദ്യമേ ഉള്ളതിൽ വേറെ ഒന്നുമില്ല ഇസ്ലാം മത വിമർശനമായിട്ട്. രണ്ടാമതായിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ ഒത്തിരി ഹൂറികളെ കിട്ടുമല്ലോ. ഈ 2 പദങ്ങളും വന്നതിന്റെ പേരില് ആ നാടകം ആ കുട്ടികൾക്ക് സ്റ്റേജിൽ കളിക്കാൻ പറ്റാതായി. അവര് A+ പ്രതീക്ഷിച്ചതാ. എത്രയോ ദിവസങ്ങളോളം പഠനം ഉപേക്ഷിച്ച് അവര് റിഹേഴ്സൽ ചെയ്ത നാടകമാണത്. അതിന്റെ പിന്നിൽ റഫീഖ് അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയായിരിക്കും ഇവരെ അതൊന്ന് പഠിപ്പിച്ചെടുക്കാൻ. ഈ 2 പരാമർശങ്ങൾ ഉണ്ടായിരുന്നതിന്റെ പേരിൽ ആ നാടകം കളിക്കാൻ കുട്ടികളെ അനുവദിച്ചിട്ടില്ല. ആർക്കാണ് മങ്ങലേൽക്കുന്നത്? അതുപോലെ ഇവിടെ ഒരു സംസ്ഥാന കലോത്സവം കോഴിക്കോടായിരുന്നു കഴിഞ്ഞ വർഷം നടന്നത്, വിക്രം മൈതാനി വെസ്റ്റ് ഹില്ലില്. അന്നേരം ഈ കലോത്സവത്തിന്റെ തുടക്കം തന്നെ ഒരു തീവ്രവാദിയെ ഉന്മൂലനം ചെയ്യുന്ന രൂപത്തിലായി പോയി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം. ഇത് നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ്, നമ്മളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്, നമ്മളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ഇവർക്കറിയാം തീവ്രവാദി എന്ന് പറഞ്ഞാൽ നമ്മളാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഇവര് തന്നെ സമ്മതിച്ചു തരുക. ഇപ്പോ മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിച്ചല്ലോ, ഇവിടെ ലവ് ജിഹാദ് ഇല്ല, പോലീസ്. ഇത് മമ്മൂട്ടി സ്ക്രിപ്റ്റ് വായിക്കാതെയാണ് ഈ സിനിമ ചെയ്തതെന്ന് ബൈജു വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ആളിനും പറയാനുള്ളത് തന്നെയാണിത്. ദുൽഖർ സൽമാൻ അവരുടെ വളർത്തുനായയെ വെച്ചിട്ട് ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തേ ഹറാമാണെന്ന് പറയാത്തത്? എത്രമാത്രം നടന വിസ്മയമെന്നാണല്ലോ ഇവരെ കുറിച്ച് പറയാറുള്ളത്, മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും ഒക്കെ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഒരിക്കൽ പോലും പള്ളിയിൽ നിന്ന് വിലക്കാത്തത്? നമ്മൾ കാണുന്ന മമ്മൂട്ടിയുടെ കുടുംബം ഇസ്ലാമിക വേഷത്തിലാണോ നമ്മൾ കണ്ടിട്ടുള്ളത്? ദുൽഖർ സൽമാന്റെ ഭാര്യ, അതുപോലെ ഇവരുടെ സുറുമി മകളാണ് മമ്മൂട്ടിയുടെ, സുൽഫത്ത്, ഇവരൊക്കെ ഏത് രൂപത്തിൽ ഇസ്ലാമിക വസ്ത്രമാണ് ധരിക്കുന്നത്? ഇപ്പൊ ഒരുത്തം വന്നിട്ട് റഫീഖ് നമ്മുടെ ലൈവില് വന്നിട്ട് മാറുമറയ്ക്ക് ഇവന്റെയൊക്കെ കണ്ണു പോകുന്നത് മാറിലേക്കും മോറിലേക്കും പിന്നെ അവിടേക്കുമൊക്കെയാണ് ഇവര് പോകുന്നത്. നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടാലുടനെ അവരുടെ മുഖം കാണുക, ഐഡന്റിഫൈ ചെയ്യുക, അതല്ലാതെ ഒറ്റ നോട്ടത്തിൽ തന്നെ മാറിലേക്ക് മുഖം എത്തുന്നത് ഇവന്റെയൊക്കെയാണ്. ഇവരുടെയൊക്കെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഇപ്പൊ ടീച്ചറുടെ നെറ്റിൽ എന്തോ പ്രശ്നം നേരിട്ടു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ടീച്ചർ തിരിച്ചു വരും, അതുവരെയൊക്കെ നമുക്ക് തുടരാം. നോക്കൂ, നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ചില സിനിമകളുണ്ട്. അതില് ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ തന്നെ 1921 എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയെ കുറിച്ച് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ടത് തന്നെയാണ്. കാരണം ആ സിനിമയിൽ എന്താണ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ടും ഈ 921 എന്ന് പറയുന്ന ആ കാലത്ത് ഇസ്ലാമിക കൊടും ഭീകരനായിട്ടുള്ള ഈ വാരിയം കുന്നൻ ചെയ്തത് എന്ന്
പച്ചക്ക് വെളുപ്പിച്ചെടുത്തുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ആ 1921 നടന്ന ആ തെറ്റായിട്ടുള്ള യഥാർത്ഥ കാര്യങ്ങൾ മറച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ആ സമയം അത് നമ്മൾ അറിഞ്ഞതാണ്. ആ സ്വാധീനം, സിനിമയുടെ സ്വാധീനം നമ്മൾ അറിഞ്ഞതാണ്. അതേപോലെ തന്നെ കൃത്യമായിട്ട് പുഴ മുതൽ പുഴ വരെ എന്നുള്ളത് അലി അക്ബർ സാർ, അതല്ലെങ്കിൽ രാമസിംഹൻ എന്ന് വിളിക്കപ്പെടുന്ന അലി അക്ബർ സാർ, അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാ രീതിയിൽ പുഴ മുതൽ പുഴ വരെ എന്നുള്ളത് ചരിത്രത്തെ ആസ്പദമാക്കി 1921 വാര്യംകുന്നം നടത്തിയ ഇസ്ലാമിക കൊടും ഭീകരത ചിത്രീകരിച്ച് രംഗത്ത് വന്നപ്പോൾ അതിനെ ഇവർ ന്യായീകരിച്ചത് എങ്ങനെയാണ്? മമ്മൂട്ടിയുടെ 1921 എന്ന സിനിമയിലെ കഥയാണ് യഥാർത്ഥ കഥ എന്നും പറഞ്ഞുകൊണ്ടാണ് രാമസിംഹൻ കൊണ്ടുവന്ന യഥാർത്ഥ കെ മാധവൻ നായരടക്കം അതുപോലെ ഒരുപാട് ചരിത്രകാരന്മാർ എഴുതി ചേർത്തിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള ചരിത്ര സത്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ആ സിനിമയെ ന്യായീകരിച്ചതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എന്താ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ കൃത്യമായിട്ടും മമ്മൂട്ടിയുടെ ഒരു ബന്ധു ഒരു ഹിന്ദു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. അത്തരത്തിൽ ഇഷ്ടപ്പെട്ട് ആ പെൺകുട്ടി ഭാവന എന്ന് പറയുന്ന ഒരു ഭാവന എന്ന് പറയുന്ന സിനിമാ നടിയാണ് ആ കഥാപാത്രം. അവർ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന മമ്മൂട്ടിയെ ഹിക്കയെ തേടി വരുന്നു, ഒരു ബസിന്റെ മുതലാളിയും കണ്ടക്ടറുമായിട്ടുള്ള മമ്മൂട്ടി. അങ്ങനെ ഈ മമ്മൂട്ടി ഹിന്ദുവായിട്ടുള്ള ആ പെൺകുട്ടിയെ കൈവിടാതെ പോറ്റുന്നു. ഈ തന്റെ ബന്ധുവായിട്ടുള്ള ആൾ ഈ കുട്ടിയെ പ്രേമിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് അതല്ലെങ്കിൽ അവരെ മറ്റൊരു രീതിയിലേക്ക് തള്ളിവിടാതെ പോറ്റിക്കൊണ്ട് അത് യഥാർത്ഥ സ്നേഹമായി കാണിക്കുന്നു. എന്നിട്ടോ ആ ഹിന്ദുവായിട്ടുള്ള ആ പെൺകുട്ടിയെ ഇവന് കെട്ടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വലിയ മഹാമനസ്കനായി മാറുന്നു. അവിടെ തന്നെയാണ് എന്റെ കുട്ടിയെ ഇതാ ഈ ലവ് ജിഹാദിൽ പെടുത്തി കൊണ്ടുപോകുന്നെന്ന് ഒരു ഹിന്ദുവായിട്ടുള്ള അച്ഛൻ പറയുമ്പോൾ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് ലവ് ജിഹാദ് എന്നുള്ളത് പോലീസും കോടതിയും തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്, അതൊന്നും ഇത് ഇവിടെ പറയില്ലേ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കഥാപാത്രങ്ങൾ. അതുപോലെ പിന്നെ പറയേണ്ടത് മറ്റേ ഒട്ടേറെ സിനിമാ തന്ത്രം നിങ്ങൾ എടുക്കുക. ഇപ്പൊ 1921 കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ടീച്ചർ ലൈവിൽ നിന്ന് പോയത് കൊണ്ട് ഞാനത് ഏറ്റെടുത്തതാണ്. 1921 എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയെ വെച്ച് ചെയ്തതാണ്. ആ സിനിമ വെച്ചിട്ടാണ് പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന സിനിമയെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ ഈ പടമായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ടീച്ചർ തുടർന്നോളൂ, ഞാൻ ടീച്ചറിന്റെ ഇതിൽ ഇടപെട്ടതാണെന്ന് മാത്രം. ഈ മമ്മൂട്ടിയെ കൊണ്ട് എന്റെ വൈഫൈ പോയതാണ്. അതായത് മമ്മൂട്ടിയെ കൊണ്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് ഒരു സിനിമയിലൂടെ പറയിപ്പിക്കുമ്പോൾ ചോദിക്കുന്നത് ഇതാണ്: ഈസാ നബിയെ ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തിയതുപോലെ നിമിഷ ഫാത്തിമയെ സിറിയയിലെ ജയിലിലേക്കും തുടർന്ന് അഫ്ഗാനിസ്ഥാനിലെ ജയിലിലേക്കും ആരെങ്കിലും ഉയർത്തിയതാണോ? നിമിഷ ഫാത്തിമയെ മതം മാറ്റാൻ കൊണ്ടുപോയി മതം മാറ്റി ഒടുവിൽ ഗർഭിണിയാക്കി സിറിയയിലേക്കും അഫ്ഗാനിലേക്കും കടത്തിയ ആളിന്റെ ഫോട്ടോ സഹിതമായിരുന്നു ബിന്ദു സമ്പത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഒരു ബേക്കറിക്കാരനാണ്, അയാളും അയാളുടെ ഭാര്യയും ചേർന്ന് എന്റെ മകളെ ചതിച്ചതാണ്. ആരും മുഖവിലേക്ക് എടുത്തില്ല. അതിനുശേഷം സോണിയ സെബാസ്റ്റ്യൻ പോകുന്നു, പിന്നീട് റഫീല പോകുന്നു. അങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിന് ആളുകൾ പോകുന്നു. ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ അതില്ല എന്ന് പറയുന്നു. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പാലാ ബിഷപ്പിന്റെ തല വെട്ടാൻ പോകുന്നു. ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്നത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. ഈ സിനിമയിലൂടെ ഇവരുടെ ശരിയായ അജണ്ട ഈ നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ ജാതി വിഷം എത്രമാത്രം അപകടകരമാണ് എന്ന് പുഴു എന്ന സിനിമയിലൂടെ കാണിച്ചു തന്ന മമ്മൂട്ടിയുടെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികളുടെയും ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ഈ കേരളത്തിലെ മതേതരക്കാർ തിരിച്ചറിയണം. സിനിമയില് മമ്മൂട്ടി അഭിനയിച്ച ഒരു ഇസ്ലാമിക തീവ്രവാദിയാണ്. സംഘമിത്രങ്ങള് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നു. അവിടെ ആരും സംഘമിത്രങ്ങൾ ആരും ഒരു അറ്റാക്കും നടത്തിയിട്ടില്ല, ഒരാക്രമണവും നടത്തിയിട്ടില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ചു പറയും. ഇസ്ലാം നിഷേധിക്കപ്പെട്ട സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മമ്മൂട്ടി ഒരു കാഫിറാണ് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാമോ? അവരെ ആരെങ്കിലും ഏതെങ്കിലും പള്ളി വിലക്കിയിട്ടുണ്ടോ? മമ്മൂട്ടി മരിച്ചാൽ പള്ളിയിൽ കബറടക്കില്ല എന്ന് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മതഭ്രാന്തന്മാർക്കിടയിൽ നിന്നും ഇങ്ങേരെ ഈ പ്രായത്തിലും പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പണം, പദവി, പ്രശസ്തി, ഇതൊക്കെ അനിവാര്യമാണ്. നമുക്കറിയാം ഒരു സീനത്ത്, അതുപോലെ ഒരു ആയിഷ നിലമ്പൂർ, ഇവരൊക്കെ നാടകത്തിലേക്ക് കയറി വന്ന സമയത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ ഇവരുടെ മുഖത്ത് തുപ്പുക വരെ ചെയ്തിരുന്നു എന്നാണ് ആയിഷ നിലമ്പൂർ അവരുടെ ആത്മകഥയിൽ എഴുതിയത്. ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വളമിട്ട് വളർത്തിയെടുത്ത ടീമുകളാണ് ഇവർ. ഇവരുടെ ഇസ്ലാമിക രാഷ്ട്രീയവും
ഇസ്ലാം മത തീവ്രവാദവും മനസ്സിലാക്കാൻ പോലും ബുദ്ധിയില്ലാതെ അവിടെ ഇരുന്ന് ഓഞ്ഞ ചിരിച്ചിരിക്കുന്ന ഒരു സുരാജ് വെഞ്ഞാറമൂടിനെ നമുക്ക് കാണാം. അയാളാണോ കേരളത്തിലെ ഹിന്ദുക്കളുടെ പ്രതിനിധി? ചോദിച്ചു പോകുന്നതാണ്. ലജ്ജയില്ല ഇവർക്കൊക്കെ? ഇവരൊക്കെ തലച്ചോറ് കൊണ്ട് തന്നെയല്ലേ ചിന്തിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള നമ്മുടെ സിനിമ സെലിബ്രിറ്റികളുടെ മതവിശ്വാസങ്ങൾ നമ്മൾ കാണണം. ഈ മതദൈവങ്ങളെല്ലാം ഒരു വേള സത്യം തന്നെയാണോ എന്ന് ഇവര് തന്നെ പഠിപ്പിക്കുവാണ്. ഇപ്പോ ബൈജു ഒരു മതവിശ്വാസിയാണ്. ബൈജുവിന്റെ മതവിശ്വാസമാകാം, അത് പേഴ്സണൽ ആയിരിക്കണം. അതൊരിക്കലും എന്റെ മതനിരാസത്തെ ബാധിക്കരുത്. ഞാൻ സയൻസ് പറയുന്ന നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അപ്രസക്തമാണ് എന്ന് വിചാരിക്കുന്ന ആളല്ല. അത് ശരിയാണ്. അത് ശരിയല്ലെങ്കിൽ ഇനി വരുന്ന ഒരാൾക്ക് തുറന്ന വാതായനങ്ങളുണ്ട്, അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ അവർക്ക് സ്പേസുമുണ്ട്. ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ വാനോളം പൊക്കുകയും ഇതിനെ വിമർശിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത് സമൂഹത്തിൽ അവരെ ഒരു മാലിന്യമായി കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇവരാണ് സമൂഹത്തിലെ ശരിയായ പുഴുക്കുത്ത്, മതേതരത്വത്തിന്റെ പുഴുക്കുത്ത്, ജനാധിപത്യത്തിന്റെ പുഴുക്കുത്ത്. ഇവരാണ് ചിന്തകൾക്ക് ക്യാൻസർ വന്ന വിഭാഗമെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. പുതിയ ഇന്ത്യയില് മതവിമർശകർക്ക് സ്ഥാനമില്ലേ? ഉണ്ട്. മതവിമർശകർക്ക് സ്ഥാനമുണ്ട് പുതിയ സ്വതന്ത്ര ഭാരതത്തിൽ. കാരണം ഇന്നിത് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ കീഴിലായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പറ്റില്ല, ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാമായിരുന്നു. നമ്മുടെ മീഡിയകളും ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇന്ന് ഇവരോടൊപ്പമാണ്. ഇവർക്ക് അധികാരം മാത്രം കയ്യിൽ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അത് കോൺഗ്രസിന് കിട്ടിയാൽ ഇവർക്ക് കിട്ടിയതുപോലെ തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ നമുക്കിനിയും അധിക കാലം ഈ മതവിമർശനവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവരെല്ലാവരും ഏകോപിപ്പിച്ച് കഴിഞ്ഞു. അതായത് മതത്തെ വിമർശിക്കുന്നവരെ, ഇത്തരം യാഥാർത്ഥ്യങ്ങളെ, ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം മതതീവ്രവാദികളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നാൽ നമ്മളൊക്കെ മോശക്കാരാണ്. മമ്മൂട്ടി വെള്ളിയാഴ്ച പള്ളിയിലെ നമസ്കാരത്തിന് പങ്കെടുക്കുന്നു. എന്തിന്? ഒരു സിനിമയ്ക്കകത്ത് ഒരു പെണ്ണുമായിട്ട് ആടിപ്പാടുന്നു. തെറ്റല്ലേ? തെറ്റല്ലേ? അഭിനയം കാപഠ്യമല്ലേ? അതൊന്നും കുഴപ്പമില്ല. പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, ചന്ദനം തൊടുന്നു, ഒരു കുഴപ്പമില്ല. ഒരു പെണ്ണുമൊത്ത് കിടക്കറ പങ്കിടുന്നു, നമ്മൾ കാണുവാണ് സിനിമയിലൂടെ. ഇതൊക്കെ സിംപ്ലിസിറ്റി ആണല്ലേ? ഇതൊക്കെ അഭിനയമാണല്ലേ? ഒരു കുഴപ്പമില്ല. പക്ഷേ മോഹൻലാൽ ഒരു ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് കഴിച്ചു. അതല്ലെങ്കിൽ സുരേഷ് ഗോപി ഒരു ക്ഷേത്രത്തിൽ പോയി. അന്ധവിശ്വാസി. ചാണകത്തിന്റെ വട്ടേ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കൂടുതൽ സംഖ്യകൾ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സംഖ്യകൾ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചു തുടങ്ങിയത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പ്രതികരിക്കേണ്ടി വരുന്നതാണ്. ക്രൈസ്തവ വിമർശനങ്ങളും അതുപോലെ ഹൈന്ദവ വിമർശനങ്ങളും മാത്രം നമ്മൾ ഇങ്ങനെ പടച്ചു വിടുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന വിരലിലെണ്ണാവുന്ന കുറച്ചാളുകളെങ്കിലും ഉയർന്നു വരും. അവർ പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കും. അവർ പറഞ്ഞു വെക്കും, ടിപ്പുവും ഹൈദറും ഔറംഗസീബും ഒക്കെ ഈ നാട്ടിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന്, അവരെന്തായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് എന്ന്, അവരെന്തിനെയാണ് തകർക്കാൻ ശ്രമിച്ചിരുന്നത് എന്ന് കൃത്യമായി അവര് തന്നെ പറഞ്ഞു വെക്കും. ഒരു സംശയവും. ഏതായാലും ഇസ്ലാമിക ജിഹാദിസം വളർത്താൻ വേണ്ടി, അതല്ലെങ്കിൽ ഇവിടുത്തെ സമാധാന മതം എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടും അല്ലെങ്കിൽ വെട്ടിയും കുത്തിയും കൊന്നുകൊണ്ട് ജോസഫ് മാഷുമാരുടെ കയ്യും കാലും വെട്ടുന്ന ആ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികൾ മാറുമ്പോൾ ആ ജിഹാദിസത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള SDP പോലുള്ള അതല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനകളെയൊക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ലവ് ജിഹാദ് പോലെയുള്ള ഇസ്ലാമിക ജിഹാദികളുടെ ക്രൂരകൃത്യത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഏത് മമ്മൂട്ടിയല്ല, ഏത് കൊലകൊമ്പനായാലും, ഏത് ഖാൻമാര് വളർന്നു വന്നാലും അവർക്കെതിരെ ശക്തമായി ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടുത്തെ പ്രേക്ഷകരാണ് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ മുഹമ്മദ് കുട്ടിയെ വളർത്തിയിട്ടുള്ളത്. മുഹമ്മദ് കുട്ടിക്ക് ആവാമെങ്കിൽ മോഹൻലാലിനും ആവാം, മോഹൻലാലിനാവാമെങ്കിൽ ടൊവിനോ തോമസിനും ആവാം. അത്തരത്തിലായിരിക്കണം ഇവിടുത്തെ മതേതരത്വം, ജനാധിപത്യം. അതല്ലാതെ ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിലുള്ളത് മാനവ രക്തമാണെന്ന് പറയുന്ന ഇവരുടെ ഈ മുഖം മൂടി അത് വലിച്ചു കീറുക തന്നെ ചെയ്യും. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമാ നടൻ, അയാൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ജിഹാദിസത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയും ഇവിടുത്തെ ലവ് ജിഹാദിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയും ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ദ്രോഹിക്കാനും അവരുടെ മതാചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കൈകാലെടുത്ത് വെച്ചുകൊണ്ട് അവരെ ദ്രോഹിക്കുന്ന മമ്മൂട്ടിയല്ല, അവന്റെ ഉപ്പാന്റെ അഹമ്മദ് കുട്ടിയാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം നിരപരാധികളുടെ ദേഹത്തോട്ട് കയ്യും കാലും വെട്ടാൻ വേണ്ടി പാഞ്ഞെടുക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പേര് ഉച്ചരിച്ചപ്പോഴേക്കും, ഒരു ചോദ്യ പേപ്പറിൽ എഴുതിയപ്പോഴേക്കും ജോസഫ് മാഷിന് എങ്ങനെയാണ് കൈകാലുകൾ നഷ്ടപ്പെട്ടത്?
നഷ്ടപ്പെട്ടത്? ജോസഫ് മാഷിന് എങ്ങനെയാണ് സലോമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മുഴം തോർത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കാണേണ്ടി വന്നത്? എങ്ങനെയാണ് ജോസഫ് മാഷിന് അദ്ദേഹത്തിന്റെ മകനെ പോലീസുകാർ ക്രൂരമായി പിടിച്ചുകൊണ്ടുപോയി അത്ര കണ്ട് ദയനീയമായി ഉപദ്രവിച്ചത് കാണേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ജോസഫ് മാഷ് ജോലി പോയത്? ഈ ജോസഫ് മാഷ് തന്നെ നമ്മുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായിരിക്കുമ്പോൾ ഇവിടെ ഒരു മമ്മൂട്ടിയും അയാളുടെ മുഖം മൂടി വെച്ചുകൊണ്ട്, മഹാനടൻ എന്ന് പറയുന്ന മുഖം മൂടി വെച്ചുകൊണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ മുഖം മൂടി വലിച്ചു കീറി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഇവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും അതല്ലെങ്കിൽ അവരുടെ ഓരോ ജീവിത രീതിയിലേക്കും കടന്നു കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ജിഹാദി എന്ന പട്ടം കൊടുത്തുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ മുക്കാലൻ മമ്മൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കും. അതിവിടുത്തെ ജനങ്ങളുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്, മമ്മൂട്ടിക്കുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട് എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. എന്തായാലും നമ്മുടെ ഈ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഈ സെഷൻ നമ്മൾക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി വീണ്ടും പുതിയ വിശേഷങ്ങളുമായി പുതിയ വിഷയങ്ങളുമായി നമ്മൾ നാളെയും 7 മണി മുതൽ 8 മണി വരെ വരും. അതുവരേക്കും എന്താണ് എന്നുള്ളത് ടീച്ചർക്ക് തന്നെ പറയാം. ടീച്ചറെ വൈൻഡപ്പ് ചെയ്യാം. അതായത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഈ 2 സിനിമകളും കാണാത്തവർ കൃത്യമായി കാണണം. അവർക്ക് ആ സിനിമ കണ്ടിട്ട് എന്താണ് മനസ്സിലായത് എന്നെഴുതാൻ. നമ്മളിപ്പോ സവർണ വിഭാഗത്തെയോ അവർണ വിഭാഗത്തെയോ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, ആരെയും അധിക്ഷേപിക്കണം എന്ന് താല്പര്യവുമില്ല. പക്ഷേ ഈ ചിത്രത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. പുഴു എന്ന സിനിമാ സംവിധായകയായ റസീനയുടെ ഭർത്താവ് അവര് തന്നെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ സിനിമ വീണ്ടും സമൂഹത്തിൽ ചർച്ചയാകുന്നതും നമ്മൾ ഈ വിഷയം എടുത്തു വിമർശിക്കാൻ കാരണമാകുന്നതും. പുഴു എന്ന സിനിമ പിന്നെ മമ്മൂട്ടിയാണ് നടൻ, ശരി, ഒരു പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണ് എന്ന് സംവിധായകയായ റസീനയുടെ ഭർത്താവ് മുഹമ്മദ് ഹർഷദ് വെളിപ്പെടുത്തിയതാണ്. നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞതാ. ഈ റസീനയുടെ ആദ്യ സംവിധാന സംരംഭം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് വേറെ ഒരു കഥയായിരുന്നു. പ്രധാനപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരുന്നു ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത് എന്ന ഇന്റർവ്യൂവിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. കൊച്ചിയിലേക്ക് താമസം മാറണമെന്ന് ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണത്രേ. കടുത്ത ഇസ്ലാമികവാദിയാണ് ഇദ്ദേഹം. ഉണ്ട എന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ അർഷദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റസീന സംവിധാനം ചെയ്യുന്നു. ഇത് മുഹമ്മദ് ഹർഷദ് പറഞ്ഞതാണ്, നമ്മൾ ആരും പറഞ്ഞതല്ല. നടി പാർവതി തിരുവോത്ത് അവരെ നായികയാക്കിയെടുത്ത ഉയരെ എന്ന ഒരു സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ഈ റസീന. ഇതിന് ശേഷമാണ് പുഴു എന്ന സിനിമ റസീന സംവിധാനം ചെയ്യുന്നത്. ഉണ്ട എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്ന അർഷദിനോടൊപ്പം ഷറഫു, സുഹാസ് എന്നീ വ്യക്തികളും കൂടെ ചേർന്നു. ആലോചിക്കണം, ഇവരുടെയൊക്കെ പേരുകൾ നമ്മളോട് ചിലത് പറയാതെ പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം പുഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിക്കുന്നു ഇവര്. ഈ സംഘത്തിനോടൊപ്പം റസീനയും ചേർന്നതോടെ ഇവരുടെ കുടുംബ ജീവിതം തകർന്നു എന്നാണ് മുഹമ്മദ് ഹർഷദ് വെളിപ്പെടുത്തുന്നത്. മമ്മൂട്ടി ഇത് ആദ്യമായിട്ടല്ല ഹിന്ദു ക്രിസ്ത്യൻ വിരോധം സ്വന്തം സിനിമകളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്. കാതൽ, ഭീഷ്മപർവം, ഉണ്ട, കസബ, ഗ്യാങ്സ്റ്റർ, ബ്രഹ്മയുഗം, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏതാണ്ട് സിനിമകളിലൊക്കെ പഴയകാല സിനിമകൾ എടുത്താൽ അതിലും ഈ അന്യമത വിരോധം ഉഴച്ചു നിൽക്കുന്നുണ്ട്. എന്റെ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് ഒരു വേഷം ചെയ്യാൻ പറ്റാത്തത് ബോധപൂർവമാണ്. ഇത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ പണം കൊടുക്കുന്നത് നിർത്തിയിട്ട് വർഷം എത്രയായി? ഇനി ഓൺലൈനില് അതുപോലെ ഓഫ്ലൈനില് അയാളുടെ സിനിമ കാണില്ല എന്ന് മനസ്സിലുറപ്പിക്കുന്ന ജനങ്ങൾ എത്രയുണ്ട്? മതം വളർത്താൻ വരുന്നവർക്ക് അതിന് പറ്റിയ സ്ഥലങ്ങൾ വേറെയുണ്ട്. അവരുടെ ആരാധനാലയങ്ങളുണ്ട്, അവരുടെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതൊരു കലയാണ്. ഇതിനകത്തേക്കും മതം കടന്നു വന്നു. അപ്പോ നമുക്കറിയാം, ട്രോളി ചെയ്ത മറ്റേ ഒരു കാവ്യമാധവൻ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ബൈജു, ഒരു ഗദ്ദാമ. അതിനെതിരെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഉറഞ്ഞു തുള്ളിയത്? അതെ, അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ് കേരള സ്റ്റോറിക്ക് ഇത്രയേറെ ശത്രുക്കൾ ഉണ്ടായത്? ഇതാണ് റിയാലിറ്റി. ഇത് പറഞ്ഞു പോയി. ഇത് പറയാൻ പാടില്ലാത്ത വസ്തുതകളാ. എന്തുകൊണ്ടാണ് അലി അക്ബർ സംവിധാനം ചെയ്ത വാരിയം കുന്നനെതിരെ, പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയ്ക്കെതിരെ ഇത്രയധികം ഒരു ആന്റി വിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? എന്തുകൊണ്ടാണ്? സത്യം പുറം ലോകം അറിയരുത് എന്ന് ഈ കള്ളന്മാർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ്. എന്തായിരുന്നാലും വീണ്ടും പുതിയ ഒരു വിഷയവുമായി നാളെ വീണ്ടും നമുക്ക് കാണണം. ഇത്തരം പുഴുക്കുത്തുകളെ
ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. മരണം വരെ പൊരുതാൻ ഉറച്ചു എന്ന രൂപത്തിൽ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ആ സിനിമകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എന്ത് കാണണം, എന്ത് കാണരുത്, നമുക്ക് പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതാണ് യുദ്ധം. നമ്മുടെ നാടിന്റെ ബഹുസ്വരതയെ നിലനിർത്തുന്നതിന് വേണ്ടി അതിന്റെ ഒരു ഭാഗവാക്കാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈജുവിന്റെ അനുവാദത്തോടു കൂടി. നന്ദി.